രണ്ട് കരങ്ങളെ ഉയർത്തി വീശിക്കൊണ്ട് എന്നോടൊപ്പം പാടിക്കേ. ഒരിക്കൽ കൂടി ചേർന്ന് സ്വർഗത്തിലോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നോടൊപ്പം ഒന്ന് പാടാൻ കഴിയുമോ? സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ
സന്തോഷത്തോടെ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വിടുമയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വിടുമയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിട സന്തോഷത്തോടെ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ഉറച്ചു വിളിച്ചോ. ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വിടുമയക്കണമേ നെഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വിടുമയക്കണമേ നെഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. 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 അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ. എന്റെ കർത്താവേ, ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് ഉറച്ചു പ്രാർത്ഥിച്ചേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അങ്ങറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അങ്ങറിയുന്നു. ഇരു കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് എന്റെ കർത്താവേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ഈ ആഴ്ചയുടെ ആദ്യ ദിവസത്തിൽ തന്നെ കർത്താവേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് താഴ്ന്ന ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന പേമാരി പോലെ കർത്താവിന്റെ അഭിഷേകം ഓരോ മക്കളുടെ മേലും വ്യാപരിക്കുവാനായിട്ട് വിളിച്ചു പറഞ്ഞ് അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് കർത്താവേ അവിടുന്ന് അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. കരമുയർത്തി തലകളേക്ക് കൈയമർത്തി വെച്ചുകൊണ്ട് ഉറച്ചു പ്രാർത്ഥിച്ചു വിളിച്ചേ. കർത്താവേ അങ്ങറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ
അവൻ പൂർണ്ണ പരാജിതനാണെന്ന് വിളിച്ചു പറയുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരു പടയാളി കരമുയർത്തിയാൽ അതിന്റെ അർത്ഥം അവൻ പൂർണ്ണ പരാജിതനാണെന്നും അവന്റെ സഹായം വേണമെന്നും അവൻ അപേക്ഷിക്കുക. When a soldier lifts his hand, he is telling that he is weak and he needs help. ഹല്ലേലൂയ. Hallelujah. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തോൽവികളുടെയും മുമ്പിൽ, എല്ലാ പരാജയത്തിന്റെ നടുവിൽ കർത്താവിന്റെ മുമ്പിൽ കരമുയർത്തി നമുക്ക് ഇരുകരങ്ങളെയും വിരിച്ചു പറയാം, കർത്താവേ, എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അങ്ങയുടെ കരം എൻ്റെ മേൽ വെച്ചിട്ടല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. കാരുണ്യത്തിന്റെ കടലേ, എന്നിലേക്ക് വന്നിറങ്ങണമേ. Today in the midst of your failures and setbacks, just invite God and ask him, Lord, unless you help me, I cannot proceed further. ഈ പാട്ടിന്റെ വരികൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ പാടുമ്പോൾ അതിതാണ്, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. Hallelujah. When we sing this song, this stands once again. We need your strength. Yes. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. Hallelujah. We need your strength. അതുകൂടാതെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. Without you we cannot survive. ഒരു ഭാഗത്ത് കേൾക്കുന്ന വാർത്തകളെല്ലാം നെഗറ്റീവാണ്. All the negativity that comes against us. കൊറോണ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. The corona pandemic is spreading. ഫ്ലഡ് വന്നു കയറിക്കൊണ്ടിരിക്കുന്നു. The floods is coming. ഫ്ലൈറ്റ് ക്രാഷ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Flight crashes occurred. ഹല്ലേലൂയ. Landsliding is taking place. ഭൂമി കുലുങ്ങുന്നു, മണ്ണ് ഒലിച്ചു മാറുന്നു, പല ജീവിതങ്ങളും മണ്ണിനടിയിൽ പൊലിയുന്നു. Many of the lives are lost under the soil. രാവിലെ പത്രവാർത്ത കേട്ടാൽ സന്തോഷിക്കാനായിട്ട് ഒന്നുമില്ല. There is nothing to be rejoicing when you hear the news. All negatives. ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. We have become so frustrated. ഈ സമയത്ത് കർത്താവിനോട് പറ, But in this time, Lord, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. Lord, we need your strength. പറഞ്ഞേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. Lift your hands and say, Lord, we need your strength. കമന്റ് ബോക്സിൽ എഴുതുന്നവരെഴുതിക്കേ, we need your strength, oh Jesus. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. We need your strength. ലൈവായിട്ട് ശുശ്രൂഷ പങ്കെടുക്കുന്നവർ എഴുതിക്കേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. For all those who are watching us live, right now, we need your strength. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവർ കമന്റ് ബോക്സിൽ എഴുതി വെച്ച്, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. Lord, we need your strength. കരമുയർത്തി പറഞ്ഞ്, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. Lift your hands and say, we need your strength. ഹല്ലേലൂയ. ഉറങ്ങേണ്ടിയ സമയമായിട്ടും ഞായറാഴ്ച തോറും നടക്കുന്ന ഈ ലൈവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അമേരിക്കയിൽ നിന്ന് കാത്തിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങളോട് ഞാൻ അവരുമായിട്ട് കഴിഞ്ഞ ആഴ്ച സംസാരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സമയം സംസാരിക്കട്ടെ. സഹോദരങ്ങളെ, അവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയുക, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. Those who are watching us in the States, beyond the time zone, we are just speaking to you. That you ask, lift your hand and say, Lord, we need your strength. ഹല്ലേലൂയ. ഇത് ഏർലി മോർണിംഗ് ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കാണുന്ന മക്കള്, നിങ്ങൾ ഒരുപക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നവര്. ഹല്ലേലൂയ. എവിടെയായിരുന്നാലും നിങ്ങൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഏറ്റുപറ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. For those who are watching us in Europe, maybe this morning time you are watching us, just lift your hand and say, Lord, we need your strength. We need your strength. കരങ്ങളെ തട്ടിക്കൊണ്ട്, ആ ഉയർത്തിയ കരങ്ങളെ തട്ടിക്കൊണ്ട് നമുക്ക് ഏറ്റുപാടാം, ഹേ യേശുവേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് കർത്താവേ അവിടുന്ന് അറിയുന്നുവല്ലോ. Clap your hands and say, we need your strength, Lord. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അങ്ങറിയുന്നു. നൂറ്റാണ്ടിലെ അനുഭവം അഭിഷേകം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അഭിഷേകം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ഓ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അങ്ങറിയുന്നു. ഇരിക്കുന്നിടത്തിരുന്ന് പറഞ്ഞേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അങ്ങറിയുന്നു. അവിടുത്തെ
ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അങ്ങറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് പല പ്രാവശ്യം ഏറ്റുപാടുക. കർത്താവേ അങ്ങറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അങ്ങറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അങ്ങറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അങ്ങറിയുന്നു. എന്റെ യേശുവേ, ഈ എക്സാമിനേഷനിൽ ഞങ്ങൾക്ക് അവിടുത്തെ ബലം ആവശ്യമാണ്. ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞാനിപ്പോ പ്രവേശിച്ചിരിക്കുന്ന ജോലിയിൽ അവിടുത്തെ ബലം എനിക്ക് ആവശ്യമാണ്. Into my marriage, I need your strength, oh Jesus. When I am weak, you are strong enough over me. എന്റെ ബലഹീനതയിൽ ശക്തി വെളിപ്പെട്ടു വരണം. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ അങ്ങറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾ കർത്താവേ അങ്ങറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അങ്ങറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾ Hallelujah. എന്റെ യേശുവേ, അവിടുത്തെ ബലം കൂടാതെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ Lord, കഴിയുകയില്ല. without your strength, we cannot survive here. ഹല്ലേലൂയ. Hallelujah. കരമുയർത്തിക്കൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുത്തെ ബലം കൂടാതെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ സമയത്ത് അവിടുത്തെ ബലത്തെ ഞങ്ങളിലേക്ക് വചനത്താൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. വചനത്തിന്റെ ആത്മാവേ, കരുണയുണ്ടാകണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് ഇടപെടണമേ, എല്ലാ മനസ്സുകളെയും സ്വാതന്ത്ര്യപ്പെടുത്തണമേ. ബലമില്ലാത്ത ശിരകളിലേക്ക് ബലവും അഭിഷേകവും പകരപ്പെടട്ടെ. കർത്താവിന്റെ ശക്തി എല്ലാ മനസ്സുകളിലും ആർജിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന, ഈ പ്രാർത്ഥനയിൽ സകല വിശുദ്ധന്മാരുടെയും ഐക്യം ഞങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാ വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. രക്തസാക്ഷികളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ മാലാഖമാരുടെ സംരക്ഷണം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഐശ്വര്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെയും ഐശ്വര്യത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മേൽപ്പട്ടക്കാരുടെ അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരുടെ അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസിൽ തന്നെ, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ തന്നെ വലിയ അത്ഭുതം ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ഹല്ലേലൂയ. Hallelujah. ഇന്ന് നമ്മൾ ആദ്യമേ 64-ലധികം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി ജനലക്ഷങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത രൂപാന്തരം വരുത്തിയ ഈ കൺഫെഷൻ പ്രഖ്യാപനം നമ്മൾ ഒരുമിച്ച് നടത്തുവാനായിട്ട് പോവുകയാണ്. ഈ കൺഫെഷൻ നമ്മൾ നടത്തുമ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്കത് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങളത് ഏറ്റു ചൊല്ലുക. അല്ലാത്ത പക്ഷം ഞാൻ പറയുമ്പോഴത് ഏറ്റു ചൊല്ലുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ അതിൻ്റെ കോപ്പികൾ കിട്ടിയിട്ടില്ല എങ്കിൽ ഈ സമയത്ത് നമുക്ക് ഏക ആത്മാവിൽ ഏറ്റു ചൊല്ലിക്കൊണ്ട് നമുക്കത് സ്വീകരിക്കാം. 8589039039 ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ആ കൺഫെഷന്റെ കോപ്പി അയച്ചു തരുന്നതായിരിക്കും. അത് നമുക്ക് ഒരുമിച്ച് ചൊല്ലാൻ ഇടയാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത് കാണാതെ പഠിപ്പിക്കണം. ഇറ്റ്സ് എ പവർഫുൾ കൺഫെഷൻ അല്ലേ? Yes. It's a powerful confession which is translated more than 64 languages all around the world. People are confessing this and seeing wonderful miracles in their life. Right now we are going to confess and we are going to witness mighty miracles. Hallelujah. Hallelujah. യേശു എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ സകലവും ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവ പൈതലായി തീർന്നിരിക്കുന്നു. യേശുവിനുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, യേശുവിനെ വിശുദ്ധനാക്കി.
വിശുദ്ധനാക്കിയത്. എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല, സത്യത്തിന്റെ ഫലമാണ്. എന്റെ രോഗമത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ എനിക്ക് ജീവന്റെ സമൃദ്ധിയും ദിവ്യമായ ആരോഗ്യമുണ്ട്. ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ യേശുവിൽ ഞാൻ സമ്പന്നനായി തീർന്നു. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെ അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു. എഫെസോസ് 1:3 നമ്മൾ വായിക്കുന്നത് ഉറക്കെ വായിച്ചു പറഞ്ഞു. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെ അവകാശിയായി നാം തീർന്നിരിക്കുന്നു. സൽപ്രവർത്തിക്കാൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കാൻ കർത്താവ് നമ്മെ നിയമിച്ചിരിക്കുന്നു. പാമ്പുകളെയും വിശുദ്ധ ലൂക്ക 10:19 വചനം ഏറ്റുചൊല്ലുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ചവിട്ടുവാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, മരിച്ചുപോയവരെ ഉയർപ്പിക്കാൻ, ഇങ്ങനെ അത്ഭുതങ്ങൾക്ക് അടയാളങ്ങൾക്ക് വിവിധ വീര്യപ്രവൃത്തികൾ യേശു എന്നെ അധികാരപ്പെടുത്തി. ഒരിക്കലും ഒരു ദോഷം എനിക്ക് വരുത്തിയല്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു ഞാൻ പൂർണ്ണ ജയാളി തീർന്നിരിക്കുന്നു. ഒരിക്കൽ കൂടെ പറയും, ഓൾവേസ് ഇൻ ഓൾ തിങ്സ് and everywhere I go I am more than a conqueror through Jesus. എല്ലായിപ്പോഴും ഞാൻ യേശു ക്രിസ്തു പൂർണ്ണ ജയാളിയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറച്ചു പറയുക ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി പറയുക ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ സ്തുതിക്കുക ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം നമ്മൾ അത്ഭുതത്തെ സൃഷ്ടിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ആ വചനത്തിന്റെ ആഴത്തെ സ്വീകരിച്ചുകൊണ്ട് ഏക ആത്മാവില് നമുക്ക് ഈ വചനത്തെ നമ്മിലേക്ക് സ്വീകരിക്കാം. Hallelujah. Let's receive this word that's going to be spoken today in our heart and our mind in one accord. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായത്തിൽ നിന്ന് 22 മുതൽ 33 വരെയുള്ള 11 വാക്യങ്ങളാണ് സഭയുടെ വായനക്രമത്തിൽ ഇന്ന് പ്രത്യേകിച്ച് കുർബാനയിൽ ഓൺലൈനായിട്ട് നേരിട്ടൊക്കെ പങ്കെടുത്തവര് വായിച്ചു കേട്ട വചനഭാഗം, സുവിശേഷ ഭാഗം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 22 മുതൽ 33 വരെയുള്ള ഈ ഭാഗമായിരിക്കുമല്ലോ. Matthew chapter 14 verse 22 to 33. ഹല്ലേലൂയ. ജനസഞ്ചയത്തെ പിരിച്ചുവിട്ടപ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ മറുകരയിലേക്ക് പോകുവാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥനാ മലയിലേക്ക് കയറി. രാത്രിയായപ്പോൾ അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടയിൽ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്ന് കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായതിനാൽ തിരകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയിൽ 4-ാം യാമത്തിൽ അവൻ കടലിൻ മീതെ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. അവൻ കടൽ മീതെ നടക്കുന്ന ശിഷ്യന്മാർ കണ്ട് പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞു. ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. Jesus probably compelled his disciples to climb into the boat and to precede him in the crossing the sea while he dismissed the crowds. And having dismissed the multitude, he ascended alone onto the mountain to pray. And when evening arrived, he was alone there. But in the midst of the sea, the boat was being tossed about by the waves, for the wind was against them. Then in the 4th watch of the night, he came to them walking upon the sea. And seeing him walking upon the sea, they were disturbed, saying, "It must be a ghost." And they cried out because of fear. And immediately Jesus spoke to them, saying, "Have fear, it is I, do not be afraid." Hallelujah. Hallelujah. ഇന്നത്തെ നമ്മൾ ഈ വചനം കേൾക്കുന്ന സാഹചര്യത്തോട് വളരെ ബന്ധിതമായ ഒരു വചനമാണ് ഈ വചനഭാഗം. Today what we are facing right now in our situations, this verse is very close to that. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച കേട്ടതാണ്, 5 അപ്പം എടുത്ത് 5000 വാഴ്ത്തി അനുഗ്രഹിച്ച് കർത്താവ് കൊടുക്കുകയാണ്. Last Sunday we heard about the multiplication of 5 loaves and 2 fish. വലിയ അത്ഭുതത്തിന് ശേഷം ഒരു വലിയ പരീക്ഷണത്തിലേക്ക് ശിഷ്യന്മാരുടെ സംഘം കടന്നു പോവുകയാണ്. After the great miracle, they went into a testing. ആ രാത്രിയിൽ എന്നല്ല, മിക്ക രാത്രികളും ഈശോ തനിച്ച് മലയിൽ പിതാവിനോട് ഒരുമിച്ചായിരുന്നു. The same night
as of all the time, Jesus went to the mountains to pray alone. പകലത്തെ താഴ്വരയുടെ അത്ഭുതങ്ങളുടെ രഹസ്യം ഈശോയുടെ രാത്രിയിൽ പിതാവുമായുള്ള സംഭാഷണവും ബന്ധവും കൂട്ടായ്മയും പ്രാർത്ഥനയുമായിരുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. All the miracles that he did right on the valley was because of his close association with his Father. താഴ്വരയിൽ അത്ഭുതം, മലയിൽ പ്രാർത്ഥന. In the valleys there is miracles, but on the mountains there is prayer. താഴ്വരയിൽ അത്ഭുതം, മലയിൽ പ്രാർത്ഥന. There's miracles in the valleys, but there is prayer in the mountains. താഴ്വരയിൽ ഒരുപാട് പേരുടെ കൂടെ, മലയിൽ ഒറ്റയ്ക്ക്. But in the valley he is between the multitudes, but in the mountain he is alone with his Father. ഇതായിരുന്നു യേശുവിന്റെ ജീവിതം. That was his lifestyle. ഇപ്പോഴിതാ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നു അക്കരയ്ക്ക്. Right now he is sending his disciples to the opposite side. 23-ാമത്തെ വാക്യം, ജനക്കൂട്ടത്തെ ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ രാത്രിയായപ്പോൾ അവിടെ നിന്ന് തനിച്ച് ഇതിനിടയിൽ വഞ്ചി കരയിൽ നിന്ന്. 24-ാമത്തെ വാക്യം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:24, വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. And having dismissed the multitude, he ascended alone to the mountain. But Yes. the midst of the sea, the boat was being tossed about by the waves, for the wind was against them. കാറ്റ് പ്രതികൂലമായതിനാൽ തിരകളിൽപ്പെട്ട് വല്ലാതെ ഉലഞ്ഞു. For the wind was against them, and the boat was being tossed up and down. അലഞ്ഞ് ഉലഞ്ഞ് ശിഷ്യന്മാരായിരിക്കുന്നു. But the disciples were in this boat which was being tossed up and down. യേശു മലയിൽ പ്രാർത്ഥനയിലായിരിക്കുന്നു. Jesus was praying on the top of the mountain. ഇവിടെയാണ് നമ്മൾ ആ രംഗത്തിലേക്ക് വരുന്നത്. It's here you come to that situation. രാത്രിയിൽ 4-ാം യാമത്തിൽ കടലിൻ മീതെ നടന്ന് The fourth watch of the night, Jesus was walking on the water. ഇതേ കാര്യം തന്നെ വിശുദ്ധ മർക്കോസ് എന്ന സുവിശേഷകൻ രേഖപ്പെടുത്തുമ്പോൾ, മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് നോക്കി അറിയാം, ഇവർ വലയുകയാണ്, കടലിൽ വല്ലാതെ വലയുകയാണ്. 6-ാം അധ്യായത്തിന്റെ 45 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. The same thing is described in Mark chapter 6 from 44 onwards. അവിടെ നമുക്ക് കാണാം ശിഷ്യന്മാർ വല്ലാതെ വലയുകയാണ് കടലിൽ. There also you see the disciples in the boat, they being tossed up and down. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ തിരമാലയെ വലുതായി, കാറ്റിനെ വലുതായി വല്ലാതെ നമ്മൾ വലയുന്നുവെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 കാര്യങ്ങൾ അവിടെ കാണാം. ഒന്ന്, നമുക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന തിരമാല. 2, നമുക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന തിരമാലയുടെ മേളിൽ കാൽ ചവിട്ടിയിരിക്കുന്ന കർത്താവ്. In your life situation, sometimes you may see the waves being standing up right like that, but or else you can see Jesus standing on top of the waves. ഒരേ സിറ്റുവേഷനെ 2 രീതിയിൽ കാണാം. The same situation you can see through in different ways. വേണമെങ്കിൽ തിരമാലയെ കാണാം. You can either see the wind and അപ്പോൾ തന്നെ തിരമാലയ്ക്ക് മീതെ പാദം വെച്ചിരിക്കുന്ന കർത്താവിനെ കാണാം. or you can see Jesus walking on top of that wave. തിരമാലയെ കാണുന്നവർ തിരമാലയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കും. Those who are watching the waves, they will keep on telling about the height and depth of the waves. കർത്താവിനെ കാണുന്നവർ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. But those who see Jesus on top, it will keep on ഒരാൾ speaking. വല്ലാതെ തിരമാലയെ പ്രകീർത്തിക്കുന്നുവെങ്കിൽ, If someone is speaking too much of the waves, കണ്ടിട്ടില്ലേ? അങ്ങനെ പ്രകീർത്തിക്കുന്നവരെ കണ്ടിട്ടില്ലേ? വല്ലാതെ തിരമാലയെ പുകഴ്ത്തുന്നവർ. we see a lot of people even describing more about their situations. അവർക്ക് വലുത് തിരമാലയാണ്. തിരമാല For them, the waves is much bigger. അയ്യോ, ഇത് വല്ലാതെ ഉയർന്നിരിക്കുന്നു, Oh, ഇത് this is so ഇത് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, This will take me along with it. എന്തൊരു പ്രതികൂലമായത്, Oh, what is that significance? എനിക്ക് മാത്രം ഇങ്ങനെ. Why I should I am ഒന്നിനു not പുറകെ facing this. ഒന്നായി ഇത് വരികയാണല്ലോ. One by one is coming ഓ, to ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിപ്പോയോ? even this today is like that. നമുക്കിപ്പോ നല്ല കാലമാണല്ലോ, Oh man, it's not good time for me. ആകെ ബുദ്ധിമുട്ടിലാണല്ലോ. I'm into a great difficulty. തിരമാലയെ കാണുന്നവർ തിരമാലയെ കുറിച്ച് വിവരിച്ചുകൊണ്ടേയിരിക്കും. Those who see the waves only, they will keep on അവരുടെ പ്രസംഗം describing. തിരമാലയെ കുറിച്ചായിരിക്കും. All their speech will be about the waves. അവര് ഫേസ്ബുക്കിൽ ഒരു സ്റ്റാറ്റസ് എഴുതിയിട്ടാൽ അത് തിരമാലയെ കുറിച്ചായിരിക്കും. What they write in the Facebook status will be writing about the waves. അവർ അരമണിക്കൂർ പ്രസംഗിച്ചാൽ തിരമാലയെ കുറിച്ചായിരിക്കും. They speak for half an hour. തിരമാലയുടെ ഉയരം, തിരമാലയുടെ വലിപ്പം, തിരമാല പൊങ്ങുന്ന കടല്, എത്ര ഉയരത്തിൽ എത്ര ആഴത്തിൽ ഈ തിരമാലയുണ്ട്, ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. Keep on describing the height, depth and the depth and the waves only. തിരമാലയെ കാണുന്നവർ തിരമാലയെ കുറിച്ച് പറയട്ടെ, കർത്താവിനെ കാണുന്നവൻ കർത്താവിനെ കുറിച്ച് Those who പറയട്ടെ. say about the waves, let them speak about the waves. But those who see Jesus in the midst of it, എത്ര പേര് ഇവിടെ തിരമാലയുടെ നടുവിൽ നടന്നു വരുന്ന കർത്താവിനെ കാണുന്നു? how many of you are going to see Jesus walking on the waves? സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു, രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിൻ മീതെ നടന്ന് അവരുടെ അടുക്കലെത്തി. The fourth watch of the night, this described Jesus. They saw Jesus walking on the water. 25-ാം വാക്യം എഴുതിയിരിക്കുക, രാത്രിയിൽ 4-ാം യാമത്തിൽ. The fourth watch of the night, they saw Jesus walking.
എന്താ സുവിശേഷകൻ നാലാം യാമത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? Why the writer gives so much of importance to ഉറക്കം അതിന്റെ മൂർച്ഛിന്നാവസ്ഥയിൽ എത്തുന്ന സമയമാണ് നാലാം യാമം. the fourth watch is the Yes. time that you are sleeping the most. നാലാം യാമത്തിൽ ഉണർന്നിരിക്കുന്നത് കാവൽക്കാർ മാത്രമാണ്. The fourth watch, only the watcher that keeps awake. ഹല്ലേലൂയ. വാച്ച്മാൻമാർ പോലും ഉറങ്ങി പോകുന്ന സമയമാണ് നാലാം യാമം. Even the fourth watch, even the watchman when they remain sleeping. ആ സമയത്താണ് കർത്താവ് അവരുടെ അടുക്കലേക്ക് വരുന്നത്. At that time Jesus is walking towards them. കർത്താവ് നമ്മോട് പറയാൻ ഇഷ്ടപ്പെടുന്നു. What Jesus is trying to say, to convey to us. നീ വിഷമിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. When you are in agony, I can. നീ ഭാരപ്പെടുമ്പോൾ എനിക്ക് ഉറങ്ങാൻ When കഴിയുന്നില്ല. you are in great trouble, I എന്റെ മകളെ നീ കരയുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. My child, when you are in എനിക്ക് trouble, നിന്റെ I cannot അടുക്കിലേക്ക് വരാതിരിക്കാൻ കഴിയുകയില്ല. I just cannot come without coming to you. ആ വരുന്നതിന് ഒരു പ്രശ്നവും എന്റെ മുമ്പിലില്ല. തിരമാല എനിക്കൊരു തടസ്സമല്ല, തിരമാല നിനക്കാ തടസ്സം, തിരമാല എനിക്കൊരു തടസ്സമല്ല. The waves is not a problem for me to come to you. The waves is a problem for you. Yes, hallelujah. ഇപ്പൊ രണ്ട് കാര്യം ഇന്ന് ആദ്യമേ മനസ്സിലാക്കുക. Two things you have to clearly understand here. എന്നതാ ഇന്ന് രാവിലെ കാണുന്നേ? What are you going to see today? എന്നതാ ഇന്ന് കാണുന്നേ? ഇപ്പൊ കാണുന്നേ? Right now, what are you seeing? എന്നാ കാണുന്നേ ഇപ്പൊ? What are you seeing right now? അലറിപ്പാഞ്ഞ് അടുത്ത് വരുന്ന തിരമാലയോ അതോ അതിന്റെ മേളിൽ കാല് ചവിട്ടിയിരിക്കുന്ന കർത്താവിനെയോ? Are you seeing the height of the wave that is coming and roaring against you, or seeing Jesus standing on top of it? ഇവർ കർത്താവിനെ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല. They never expected Jesus to come there. അതുകൊണ്ടാണ് അവർ ആദ്യം പറഞ്ഞത് ഭൂതമാണ്. Because their first reaction was it's a ghost. രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിനടുക്കൽ നിന്ന് അവരുടെ അടുക്കൽ ചെന്നു. അവർ കടലിന്റെ മീതെ നടക്കുന്നുണ്ട്. ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞു. ഭൂതം നിമിത്തം നിലവിളിച്ചു. ഭയം നിമിത്തം അവർ നിലവിളിക്കുകയാണ്. Because of fear, they cried out, it's a ghost. ഹല്ലേലൂയ. കർത്താവിനെ അവർ എക്സ്പെക്ട് ചെയ്യുന്നേയില്ല. They never expected Jesus at that time. തിരമാലയിൽ നിങ്ങൾ കർത്താവിനെ എക്സ്പെക്ട് ചെയ്യുന്നു? അതാണ് അടുത്ത ചോദ്യം. Are you expecting Jesus on top of the waves? Yes. ഒന്നുകൂടെ ചോദിക്കുന്നത്. Are you expecting Jesus in the midst of the top of the waves? ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനെ എക്സ്പെക്ട് ചെയ്യുന്നുവെങ്കിൽ If you expect Jesus like that, നിങ്ങൾ പറയാൻ കഴിയില്ല അത് ഭൂതമാണ്. you will never say that it's a ghost. കർത്താവ് പറയുന്നു. Jesus is saying. എന്താണ് യേശുവിന്റെ വാക്ക്? What is Jesus saying here? അവർ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. 27-ാമത്തെ വാക്യം. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യപ്പെടുവീൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. They become afraid and they say it's a ghost. Jesus said, do not be afraid. I am. 3 വാക്കുകളാണ് യേശു പറയുന്നത്. It's 3 words Jesus speaking. ധൈര്യപ്പെടുവീൻ, Do not fear. ഞാനാണ്, I am. ഭയപ്പെടേണ്ട. Do not fear. ഇത് ഈ 3 വാക്കും സ്വീകരിച്ചോണം. You have to receive these 3 words. ധൈര്യപ്പെടുവീൻ, ഞാനാണ്, I am. Do not fear. I am. ധൈര്യപ്പെടുവീൻ, Be of cheer. ഞാനാണ്. I am. അതാ കർത്താവ് പറയുന്നത്. നിങ്ങളെ വാക്യം നോക്കൂ. ഭയം നിമിത്തം ഉടനെ അവൻ അവരോട് പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. It's me. Do not fear. ആദ്യം വാക്യം എഴുതിയിരിക്കുക ഫിയർ. Fear. അടുത്ത വാക്ക് വരികയാണ് ധൈര്യപ്പെടുവീൻ. ധൈര്യം ചോരുമ്പോഴാ ഭയം കയറുന്നേ. When you are afraid, then ധൈര്യം ചോർന്നു പോകുമ്പോഴാ ഭയം കയറുന്നേ. Fear enters only when your courage lose. hallelujah. When you lose your courage only the fear enters. Yes. Hallelujah. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭയം പ്രവേശിക്കുന്നത് ആദിയിലാണ്. അവിടെ ആ സിറ്റുവേഷൻ നമ്മൾ വായിക്കുന്നത്. When you lose your courage, that's the door through which the fear enters. Hallelujah. Hallelujah. അതൊന്ന് അടയ്ക്കാൻ പറ്റുമോ? അതാ ഞാൻ ചോദിക്കുന്നത്. Can you close that door? യേശു പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഇതാ അല്ലേ? Do not fear. ഭയപ്പെടരുത്. Most of the time when Jesus appeared, he said, do not fear. പേടിക്കരുത്, പേടിക്കരുത്. Do not fear. കാരണം ഭയം എന്ന് പറയുന്നത് നമ്മിലേക്ക് സാത്താന് പ്രവേശിക്കാനുള്ള വാതിലാണ്. Fear is the doorway through which the Satan അപ്പൊ enters. ഭയത്തെ പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും വലിയ വെപ്പണാണ് കറേജ് എന്ന് പറയുന്നത്, ധൈര്യം എന്ന് പറയുന്നത്. The courage is the biggest weapon to stop entering the fear into your life. ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാം. ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഫിയർ ഉണ്ടാവുകയില്ല. When you know who he is, that's one. കറേജ് ഇരിക്കുന്നത് ഞാൻ എന്ന വ്യക്തിയിലാണ്. അതാ അവിടെ പറയുന്നത്. Yes, അതുകൊണ്ട് 3 yes. പദം അടുപ്പിച്ച് പറയുന്നു. അത് വിശദീകരിച്ചു. The courage lies in that one person. ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത കർത്താവ് പറയാ ഞാനാണ്. Do not be afraid. I am. സോ നിങ്ങൾ ധൈര്യപ്പെടാൻ പറഞ്ഞതിന്റെ അർത്ഥം When he said, do not be afraid, ഞാനാണ്, because I am. ഞാനുണ്ട്, I am there. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുവീൻ. Because of that you cannot be afraid. സോ നമ്മുടെ ധൈര്യം ഇരിക്കുന്നത്, Our courage lies
ഞാനിലാണ്. In Him. അതൊന്ന് വേണമെങ്കിൽ ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ Our ചെയ്തു. courage lies in Him. നമ്മുടെ ധൈര്യം ഇരിക്കുന്നത് അവിടുത്തെയിലാണ്. Our courage lies in Him. ഇതാണ് ആ വ്യത്യാസം വരുന്നത്. പല സമയങ്ങളിൽ നമ്മുടെ ധൈര്യം ഇരിക്കുന്ന അത് കണ്ടു, അതവിടെ ഉണ്ടെന്നുള്ള ധൈര്യം. ഇത് കേട്ടു, അതവിടെ കേട്ടു എന്നുള്ള ധൈര്യം. അത് വന്നു, അത് കണ്ടു. ഇന്ദ്രിയങ്ങളെ ബേസ് ചെയ്തുള്ള, സെൻസസിനെ ബേസ് ചെയ്തുള്ള ഒരു ധൈര്യമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. Most of them, our courage is based on the 5 physical senses. We see, we hear, and we touch. All through the 5 physical senses. അതിനെ ബേസ് ചെയ്തുള്ള ധൈര്യം നമുക്കുണ്ടാകും. Because But the real courage is, യഥാർത്ഥ ധൈര്യം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ വന്നതല്ല, ഒരു വ്യക്തിയിലൂടെ വന്നതാണ്. ആ വ്യക്തിയുടെ പേര് കർത്താവ് എന്നാണ്. the real courage doesn't come through the 5 physical Yes. senses. It is Yes. based on one person, and that is Jesus. അതുകൊണ്ട് തന്നെ അത് കണ്ടില്ലേലും എനിക്ക് ധൈര്യമാണ്, ഇത് കേട്ടില്ലേലും എനിക്ക് ധൈര്യമാണ്. ഇന്ന് ഞാൻ കാണുന്ന സിറ്റുവേഷൻ എന്റെ 5 സെൻസസിലൂടെ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും still I am bold, I am full of courage. Even if I am not able to define through the 5 physical Yes. senses, I am bold in the situation because my courage lies in one person, and He is Jesus. Hallelujah. Hallelujah. എന്റെ ധൈര്യം ഒരു വ്യക്തിയിലാണ്, ആ വ്യക്തിയുടെ പേര് യേശുവാണ്. My courage is in one person, and that person അതുകൊണ്ട് is ആ Jesus. 3 പദം കേട്ടെ. ആദ്യം കർത്താവ് പറയുന്നത് ധൈര്യപ്പെടുവീൻ. Be courage. അടുത്ത നോക്ക്, ആ ധൈര്യപ്പെടുവീൻ എന്നുള്ള വാക്കിനെ സപ്പോർട്ട് ചെയ്യുകയാണ്, ഞാനാണ്. And the word courage Yes, being supported yes, yes. by I am. ഞാനാണ്. I am. ഈ ഞാനാണിലാണ് നിന്റെ ധൈര്യം ഇരിക്കുന്നത്. The courage is in I am. അതാ പറയുന്നത്, ധൈര്യപ്പെടുവീൻ, ഞാനാണ്. Be of courage, I am. ഇനി അടുത്ത് പറയാ, ഭയപ്പെടേണ്ട. Then He says, do not fear. ധൈര്യപ്പെടുവീൻ, ഞാനാണ്. ഞാനാണെങ്കിൽ ഇനി പേടിക്കണ്ട. Be courage. Do not be afraid. I am. അപ്പൊ ഇതിന്റെ ഫ്രൂട്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് ആണ് ഡു നോട്ട് ബി അഫ്രൈഡ് എന്ന് പറയുന്നത്. Hallelujah. When your courage is fixed on one person, Yes. the fruit is do not be afraid. Automatically, spontaneously the fruit will be coming out. Okay, hallelujah. Automatically the fruit comes out. Hallelujah. നമ്മുടെ ധൈര്യം, ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം, ശ്രദ്ധിച്ച് കേൾക്കൂ. നമ്മുടെ ധൈര്യം കണ്ടതിലോ കേട്ടതിലോ ആണെങ്കിൽ കാണാതെയും കേൾക്കാതെ ഇരുന്ന് ഉള്ളതെല്ലാം ചോർന്നു പോകും. If your courage lies in through the 5 physical senses, when you see, what you hear, and what you touch, and if you don't get this, you Yes. get afraid. അതുകൊണ്ടാണ് അത് കേട്ടപ്പോഴത്തേക്ക് എന്റെ ഉള്ള ധൈര്യം ചോർന്നു പോകും. When I heard, all my courage was ആ കാഴ്ച കണ്ടപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ഭയാകുലനായി. when I saw, I was so afraid. കാരണം അതിനെ ബേസ് ചെയ്തായിരിക്കുന്നത്. Because all your courage is based on the physical ഇന്ന് അവിടെ senses. ഇവിടെ എല്ലാം വെച്ചിരിക്കുന്ന ധൈര്യം ഇങ്ങോട്ട് എടുത്ത് വെക്കാം. But all that courage, you fix it on one person, കർത്താവില് in Jesus. ഞാനാണ്. I am. യേശു പറയുന്നു ഞാനാണ്. Jesus said, I am. ഇതേ കാര്യം മോസസിനോട് അന്ന് പറയാൻ പറഞ്ഞു. Same thing Jesus said to God, said to Moses. ഞാനാകുന്നവൻ ഞാനാകുന്നു. I am the I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. The burning bush. No. അതെ അതെ, ഞാനാകുന്നു. I am. I am. ഫറോ ചോദിച്ചു, നീ ആരുടെ പേരിലായി വന്നിരിക്കുന്നതെന്ന്. Pharaoh asked them, on what basis you have come here? നിന്റെ ദൈവത്തിന്റെ പേരെന്നാ? What is the name of your God? ദൈവത്തിന്റെ പേര് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാണ്. I am what I am. അതിനെന്നെ അർത്ഥം കിട്ടി നിങ്ങൾക്ക്? you അതാണ് understand what വ്യത്യാസം. അതേ കാര്യമായി യേശു എന്ന് The പറയുന്നത്. same thing Jesus is saying here. ഞാനാണ്. I am. ഞാനാണ്. I am. നിന്റെ സിറ്റുവേഷനിൽ എല്ലാം ഞാനാണ്. In your നിന്റെ situation. ധൈര്യത്തിന്റെ അടിസ്ഥാനം ഞാനാണ്. നീ നിൽക്കുന്നത് എന്നിലാണ്, നിന്നെ നിർത്തിയിരിക്കുന്നത് എന്നിലാണ്. കാറ്റടിച്ചോട്ടെ, തിരമാല വന്നോട്ടെ, വഞ്ചി മുങ്ങുമെന്ന് തോന്നിക്കോട്ടെ, ബോട്ട് ദൂരത്തായിക്കോട്ടെ, കർത്താവ് കൂടെ ഇല്ലെന്ന് തോന്നിക്കോട്ടെ, ഈ സമയത്ത് അധൈര്യം കയറി വരരുത്, ധൈര്യം കയറി വരണം. കാരണം നിന്റെ ധൈര്യം ഇരിക്കുന്നത് തിരമാലയിലല്ല, കാറ്റിലല്ല, കടലിലല്ല, കർത്താവിലാണ്. No matter whatever situation is coming against you, maybe the waves are tossing you. ജീസസ്. Your courage is in one person, not on the Hallelujah. ways or what you see or what you hear. It's based on one person, and His name is I am Jesus. ആരോ പറഞ്ഞു കൊറോണ വന്നപ്പോ എന്റെ ഉള്ള ധൈര്യം എല്ലാം പോയത്. Somebody is saying, when Corona came, all my courage has been forced away. കൊറോണ അല്ല, കൊറോണയുടെ ചേട്ടൻ വന്നാലും ധൈര്യം പോകുന്നു. Whatever Corona, even a elder brother of Corona comes, no, do not be afraid. Hallelujah. കാരണം നമ്മുടെ ധൈര്യം ഇരിക്കുന്നത് കർത്താവിലാ. Because our courage lies in one person, the I am Jesus. ഞാനാണ്. I am. Hallelujah. ഞാനാണ്. Hallelujah. Hallelujah. പത്മോസിൽ ഇറങ്ങി നിന്നിട്ട് കർത്താവ് പറയാ ഞാനാണ്. And Patmos is standing there and said, I am. The island, when John was in the island of Patmos, Jesus appeared and said, I am. Hallelujah. പത്മോസ് ദ്വീപില് യോഹന്നാൻ ഇരിക്കുമ്പോൾ യേശു ഇറങ്ങി വന്ന്, ഞാനാകുന്നവൻ ഞാനാണ്. Jesus പറയാ, understand my identity, who I am.
എന്റെ വ്യക്തിത്വം മനസ്സിലാക്കുക, ഞാൻ ആരാന്ന് നീ മനസ്സിലാക്കുക. That's you. അവിടെ നീയാണത്. You are there. ഞാൻ ആരാണെന്ന് അറിയുന്നുവെങ്കിൽ നീ നിന്നെ തന്നെ അവിടെ കണ്ടെത്തുകയാണ്. The moment you realize who I am, then you have realized who you are in me. ധൈര്യമായിരിക്കുവീൻ, ഞാനാണ്. മൂന്നാമത്തെ പറയുക, ഇനി ഭയപ്പെടേണ്ട. Be courage. He said, I am. Do not be afraid. ധൈര്യമായിരിപ്പീൻ, ഞാനാണ്, പേടിക്കണ്ട. Be courageous. I am. Do not fear. ഹല്ലേലൂയ. നീ മൂന്ന് പദം എല്ലാവരും സ്വീകരിക്കുക. 3 verse, everyone receive it. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, എന്റെ ധൈര്യം കർത്താവിലാണ്. My courage is in Jesus. ഹല്ലേലൂയ. അതിന്റെ അകത്ത് വരുന്നത് ധൈര്യമായിരിപ്പീൻ, ഞാനാണെന്ന് കർത്താവിനെ അറിഞ്ഞുള്ള ബോധ്യം. അവിടുന്ന് വരുന്നത്, ഇനി എനിക്ക് പേടിക്കാൻ പറ്റില്ല. Your courage lies in one person, Jesus, and once you understand that, you cannot be fearful. ഇത് നോക്കിക്കോളെ, ഇത് മൂന്ന് കേറിയ ഉടനെ നിലവിളിച്ച് പടകില് ഉണ്ടായിരുന്നവര് തൊട്ടടുത്ത നിമിഷം പറയാ, കർത്താവേ നീ ആണെങ്കിൽ ഞാൻ നിന്റെ അടുക്ക വരട്ടെ. Hallelujah. Those who were in the boat, they're so afraid right before Jesus spoke this. കണ്ടോ, The moment they realized it is Jesus, കണ്ടോ? they said, can I come to you? ഇതെങ്ങനെ സാഹചര്യത്തെ മാറ്റുന്നു എന്ന് നോക്കാം, എന്നാലേ നമ്മുടെ സാഹചര്യത്തിനടുത്ത് കയറുള്ളൂ. See, just see how this thing is changing the situation. ഒരു മിനിറ്റ് മുമ്പ് 1 minute before it, നിലവിളിക്കുകയായിരുന്നു. they were crying. ഇപ്പൊ പറയാണ്, Right now they're saying, if ഏതിനെ നോക്കി ഞങ്ങൾ നിലവിളിച്ചോ what we saw and we start crying, അതിന്റെ മേളിൽ കൂടെ നടക്കാൻ ഞങ്ങൾ. they want to walk on top of that situation. അതാ അവിടെ പറയുന്നത്. 28ാമത്തെ വാക്ക്, പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ അങ്ങാണെങ്കിൽ Peter said, if it's ഞാൻ you, ജലത്തിൽ മയിൽ കൂടെ നടന്ന് അങ്ങയുടെ അടുത്തേക്ക് വരാൻ ഉടനെ വരൂ എന്നവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി. and Peter said, if it is you, Lord, command me to come to you. He said, come. Just 1 minute before ഒരു നിമിഷം മുമ്പ് നിലവിളിക്കുകയായിരുന്നു. they were crying. ഇപ്പം Right now, ഏതിനെ നോക്കി നിലവിളിച്ചോ with what they saw and they started crying, അതിന്റെ മേളിൽ കൂടെ നടക്കുക. they are walking on top of അതിന്റെ it. മേളിൽ കൂടെ നടക്കുക. They are walking on top of ഇതാ that. ഇതാ 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 കർത്താവിനെ അറിഞ്ഞവനെ, Oh, hallelujah. ഓ ദൈവത്തെ അറിഞ്ഞവനെ, Those who have known God. ഓ ഹല്ലേലൂയ. ഇവിടെയാണ് നമുക്ക് ആ വ്യത്യാസം വരുന്നത്. Yes. ബോട്ട് മാറിയോ, The situation didn't change. The boat, same boat, കടല് മാറിയോ, the same sea, ശിഷ്യന്മാര് മാറിയോ, same disciples. രാത്രി പകലായോ, The night doesn't change. ഒന്നും മാറിയിട്ടില്ല. Nothing has changed. രാത്രി തന്നെ, The same sea, കടല് തന്നെ, the same sea, ശിഷ്യന്മാര് തന്നെ. same disciples, same boat. പക്ഷെ ഇപ്പൊ പറയുന്നു, But right now, ഞങ്ങൾ ഏതിനെ ഭയപ്പെട്ടോ അതിന്റെ മേളിൽ കൂടെ ഞങ്ങൾ നടക്കാം. what we fear, we are going to walk on top of it. എന്നാ കാര്യം? What's the reason behind? അതാ മേളത്തെ 3 വാക്ക്. ധൈര്യപ്പെടുവീൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. The reason is, he said, ഓ, be of good courage. I am. Do not fear. ആ 3 വാക്ക് മാറ്റിമറിച്ച കാര്യം. 3 words change the entire situation. നിങ്ങൾ അതിന്റെ മേളിൽ കൂടെ നടക്കും. You are going to walk on top of it. പത്രോസിലേക്ക് അത് സംഭവിച്ചു, ശിഷ്യന്മാർക്ക് അത് സംഭവിച്ചു, It happened to Peter. It happened to the disciples. നമുക്ക് സംഭവിക്കും. It will happen to you also. ഹല്ലേലൂയ. Hallelujah. ശിഷ്യർക്ക് അത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് സംഭവിക്കും എന്നുള്ളതിന്റെ ഉറപ്പാ. Because it happened to the disciples, that's a surety that it will happen to you also. ഒരു നിമിഷം കൊണ്ട് സിറ്റുവേഷൻ മാറുമെന്ന് വിശ്വസിക്കാൻ പറ്റും. Within a moment, the situation is going to change. അത്രയ്ക്കൊരു കീ വേർഡാ ഇന്ന് കിട്ടുന്ന. സ്വീകരിച്ചോണം. വേണ്ടിവര് സ്വീകരിച്ചോണം. Receive it. കർത്താവ് വീണ്ടും ആ 3 പദം ആവർത്തിച്ച് പറയുന്നു. ഇപ്പൊ തന്നെ സ്വീകരിച്ചോ. ധൈര്യമായിരിക്കുവീൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. Be courageous. I am. Do not fear. That's the key. ഒന്നുകൂടെ പറഞ്ഞു. Be courageous. I am. Do not fear. ഞാനാണ്, I am. ഭയപ്പെടേണ്ട. Do not be afraid. ഞാനാണ്. I am. ഒരു മിനിറ്റിനകത്ത് സിറ്റുവേഷൻ മാറി. Within a minute, this whole situation changed. പത്രോസ് പറയാ, ഞാൻ നിന്റെ അടുക്കലേക്ക് വരാം. Peter said, command me to come to you. പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി. He got out of the boat. പത്രോസ് എന്റെ പ്രതിനിധിയാ. He's my representative. എന്റെ പ്രശ്നം എന്നാ അറിയോ? What's my problem? എനിക്ക് ഇടയ്ക്കൊക്കെ റീചാർജ് വേണം. I need to recharge in between. എന്റെ പ്രശ്നം ഞാൻ പറയുന്നത്. It's my problem. എനിക്ക് ഇടയ്ക്ക് വിശ്വാസത്തിൽ ക്ഷീണം വരും. At times my faith comes ഞാൻ ഇടയ്ക്ക് down. താന്നു പോകും. It comes low. ഞാൻ ഇടയ്ക്ക് ലോയാകും. becomes ഇടയ്ക്ക് low. ഞാൻ പിറുപിറുക്കും. ഇടയ്ക്ക് ഞാൻ തള്ളി പറയും. ഇടയ്ക്ക് ഞാൻ വേണ്ടെന്ന് വെക്കും. ഇടയ്ക്ക് ഞാൻ ഉപേക്ഷിക്കും. ഇത് പച്ച മനുഷ്യനായ എന്റെ പ്രകൃതിയാ ഇവിടെ കാണുന്നത്. That's my attitude. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് കർത്താവ് കൂടെ കൂടെ പറയേണ്ടി വരുന്ന ഭയപ്പെടേണ്ട. That's the reason why Jesus said, do not fear. Do not ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീക്ക്നെസ് വരുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. Because in between I get weak. That's why Jesus said, സെയിം do തിങ് not ഇവിടെ fear. സംഭവിച്ചു. പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നാൽ കാറ്റാഞ്ഞടിക്കുന്നത് കൊണ്ട് അവൻ ഭയന്നു. കണ്ടോ? Peter got out of the boat and walked on the water. When he looked at the waves, he got afraid. ഭയന്നു. He got afraid. ഈശോ എന്നെ മുമ്പേ പറഞ്ഞ 3 വാക്കിൽ ആദ്യത്തത് ഭയപ്പെടേണ്ട. Jesus said, do not be afraid. പത്രോസ് ഭയന്നു. He went into fear. കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ വാതില്. That's the door. ഈ വാതിൽ അടച്ചിടാവോ? If you can close that door of fear, ആ ഭയത്തിന്റെ വാതിൽ അടച്ചിടാമോ? if you can close the door of fear, എന്തോ ആയിക്കോട്ടെ, whatever be the situation, തലയ്ക്ക് മേളി കടഭാരം നിൽക്കുക. what may be the debt may be over your head, ഇങ്ങോട്ട് നിൽക്കേ, പേടിക്കാൻ നിൽക്കാവോ? do not be afraid. ഭയപ്പെടാൻ നിൽക്കാവോ? Do not be afraid. ആകം മുഴുവൻ നിറയാതെ ഭയപ്പെടാൻ നിൽക്കാൻ പറ്റുമോ ഡോക്ടർ? പറ. I cannot, unless it's filled അല്ലേ inside you. പറ്റുമോ? ഭയപ്പെടാൻ നിൽക്കാൻ പറ്റുമോ? പറ. No, you cannot be. You just be filled inside you. അകത്ത് വചനം നിറയാതെ, അകത്ത് കർത്താവിനെ കുറിച്ചുള്ള ബോധ്യമില്ലാതെ ഭയപ്പെടാതിരിക്കാൻ പറ്റില്ല. എന്നാൽ അകത്ത് കർത്താവിനെ കുറിച്ചുള്ള ബോധ്യം ഞാനാണ്. You have to increase the revelation that I am is inside you. Once the revelation has been increased, that closes the door of fear into your life. നമ്മൾ അന്വേഷിക്കുക, എന്താ പത്രോസ് താഴ്ന്നു പോകാൻ കാര്യം? അല്പവിശ്വാസമാണോ, പിന്മാറ്റമാണോ, പത്രോസിന്റെ ജീവിതത്തിലെ മാരകപാപമാണോ, എന്താ കാരണം? അയ്യോ, കൂദാശ ജീവിതത്തിലെ വീഴ്ചയാണോ? ഇതാ എഴുതി വെച്ചിരിക്കുന്നത്. But we go and find out what are the reasons why he sank. ഇത് എന്താ ഇത് എഴുതി? ക്ലിയർ റീസൺ ഇവിടെ The reason പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ അടുക്കിലേക്ക് നടന്നു. എന്നാൽ കാറ്റാഞ്ഞടിച്ചപ്പോൾ അവൻ ഭയന്നു. Peter got out of the boat and walked Fear. towards Jesus. But Fear. when he saw the wind and the storm, The greatest enemy is fear. the fear came into his life. That opened the door. ഏറ്റവും വലിയ ശത്രു ഭയം. The greatest enemy is fear. ഭയം. Fear. ഭയം. Fear. യേശു പറയുന്നു ഭയപ്പെടണ്ട. Jesus said, do not fear. ഭയപ്പെടണ്ട. Do not fear. സാഹചര്യം പറയുന്നു ഭയപ്പെട്. The situation says fear. യേശു പറയുന്നു ഭയപ്പെടണ്ട. Jesus said, do not fear. തിരമാല പറയുന്നു ഭയപ്പെട്. The waves is telling be fear. ബോട്ടിൽ ഇരിക്കുന്ന എല്ലാവരും പറയുന്നു ഭയപ്പെട്. All in the boat are saying യേശു പറയുന്നു ഭയപ്പെടണ്ട. Jesus said, no. ഉലയുന്ന പടക് പറയുന്നു ഭയപ്പെട്. The boat is sinking. അലയുന്ന മനുഷ്യന് പറയുന്നു ഭയപ്പെട്. Every situation യേശു പറയുന്നു ഭയപ്പെടണ്ട. Jesus said, no. Come on. Come on. Whose report will you believe? ആരുടെ ശബ്ദം നിങ്ങൾ കേൾക്കും? ആരുടെ റിപ്പോർട്ട് നിങ്ങൾ വിശ്വസിക്കും? Whose report you will believe? കടല് പറയുന്നു ഭയപ്പെട്. The sea is saying പടക് fear. പറയുന്നു ഭയപ്പെട്. The boat is saying be കൂടെയുള്ള fearful. എല്ലാവരും പറയുന്നു ഭയപ്പെട്. Everyone saying fear. തിരമാല പറയുന്നു ഭയപ്പെട്. Waves are telling ഒറ്റ ഒരാൾ മാത്രം പറയുന്നു ഭയപ്പെടരുത്. but one person is saying do not be afraid. യേശുവേ. Jesus, hallelujah. ഹല്ലേലൂയ. കൊറോണ പറയുന്നു ഭയപ്പെട്. The corona situation is saying be fearful. ലാൻഡ് സ്ലൈഡ് പറയുന്നു ഭയപ്പെട്. Hallelujah. ഫ്ലഡ് പറയുന്നു ഭയപ്പെട്. Your friend, everyone is saying be. ഫാമിൻ പറയുന്നു ഭയപ്പെട്. Your family is saying to be afraid. കർത്താവ് പറയുന്നു ഭയപ്പെടണ്ട. But Jesus said do not be ഈ afraid. സന്ദേശം കേൾക്കാതെ പോലെ പ്ലീസ് 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 Hallelujah. പ്ലീസ് 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 നിങ്ങൾ ഒത്തിരി ഓൺലൈൻ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതിന് തിരക്കിലായിരിക്കും. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇത് കേൾക്കാതെ പോയത് പ്ലീസ്. Stop everything and listen to this. ഇത് കേൾക്കാതിരിക്കരുത് ഈ സമയം. You have to listen to this. ഹല്ലേലൂയ. ഭയപ്പെടരുത്. പ്ലീസ് 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 പ്ലീസ്. Hallelujah. Do not be afraid. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിക്കോട്ടെ പ്രാർത്ഥിക്കാത്തവരായിക്കോട്ടെ, Maybe you are praying, you are not. നിങ്ങൾ ഭക്തനായിക്കോട്ടെ അഭക്തനായിക്കോട്ടെ, You may not be a നിങ്ങൾ godly or ക്രിസ്ത്യാനി ungodly. ആയിക്കോട്ടെ ക്രിസ്തുവിനെ അറിയാത്തവനായിക്കോട്ടെ, Maybe you are Christian not knowing, not knowing. എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരൊറ്റ എനിമി ഉള്ളൂ. ആ എനിമിയുടെ പേര് ഫിയർ എന്നാണ്. Everyone- ഭയം ഭയം ഭയം. Everyone has got a common enemy, and the enemy's name is fear, fear, ആ fear. അതിനെ പുറത്താക്കാൻ പറ്റുമോ? Hallelujah. പെട്ടെന്ന് വാതിൽ അടച്ചോണം. You have to just close that door. ഏത് വാതിലാ? നമ്മുടെ വാതില്. The door of your heart. പെട്ടെന്ന് അടച്ചോണം. Close it. ഒരു റിപ്പോർട്ട് കേട്ടു, പെട്ടെന്ന് അടുത്ത ഉടനെ കുട്ടി വരും. ഞാൻ മിസ്റ്റർ ഫിയർ ലെറ്റ് മീ എൻ്റർ. ഞാൻ വന്നോട്ടെ. നോക്ക് ചെയ്യും ഇങ്ങനെ ഡോറിൽ വന്നു. You may get a bad medical report. Ah. What is happening? He's knocking on the door to open to get in. അങ്ങനല്ലേ Yes. പറഞ്ഞു? Suddenly you may hear a bad report that he's got cancer. ക്യാൻസറസ് ആണെന്നുള്ള ഒരു റിപ്പോർട്ട് കേൾക്കുക. That opens the door of fear to enter into your life. അത് കേൾക്കുന്ന ഉടനെ ഭയം വന്ന് മുട്ടും, വാതിൽ മുട്ടും. ഞാൻ കേറിക്കോട്ടെ. സാധാരണ ക്യാൻസർ എന്ന് കേട്ട ഉടനെ ഞാൻ കയറാറ്. Hallelujah. ആ പതിവ് വെച്ച് നിന്റെ അടുത്ത് വന്നതാ Hallelujah. അല്ലേ? അവിടെ നോക്ക് ചെയ്യും, വന്ന് ഫിയർ വന്ന് നോക്ക് ചെയ്യും. The fear is coming and knocking at the door. വന്ന് കേറിക്കോട്ടെ ചോദിക്കാൻ. He's asking whether I can enter in. അന്നേരം പറയണം At that time you have to say, സോറി, no. നീ വരുന്നതിന് മുമ്പ്
Before you came, വേറൊരാൾ വന്ന് someone പറഞ്ഞിട്ടുണ്ട്, has come and stayed ഭയപ്പെടേണ്ട. inside. ഭയപ്പെടേണ്ട. Come on, കരമുയർത്തി Hallelujah. സ്തുതിച്ചേ. Do not be afraid. ഭയപ്പെടേണ്ട. Do not be afraid, നീ വരാൻ ലേറ്റ് ആയി പോയി. because you are late in coming. അതിന് മുമ്പേ ഒരാൾ വന്ന് പറഞ്ഞു. Someone has already come എപ്പോഴാ inside പറഞ്ഞേ? me. ഞാൻ ഉരുവാകും മുമ്പേ, Even before I was born, ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് when മുമ്പേ, I was been born in the womb, ഞാൻ ഉണ്ട് എന്ന് എന്റെ അമ്മ അറിയും മുമ്പേ എന്നോട് പറഞ്ഞു പേടിക്കണ്ട. my mother knew that I was being born inside her too. ജീസസ്, Hallelujah. ട്രസ്റ്റ് ഹിം. അവിടുത്തെ ഒന്ന് ആശ്രയിച്ചേ. Oh, trust him. കർത്താവ് പറയുന്നത് പേടിക്കണ്ട, Oh, Jesus said, do not be afraid. ഭയപ്പെടേണ്ട. Do not be ആ afraid. പ്രപ്പോസൽ വന്നു, അത് പോയി, പേടിക്കരുത്. The proposal came and it went. Do not be afraid. ആ കച്ചവടം വന്നു, അത് പോയി, പേടിക്കരുത്. That business didn't work out. Do not be afraid. അത് പേടിക്കരുത്. Don't be afraid. ആ പൈസ 17-ാം തീയതി വരുമെന്ന് പറഞ്ഞാൽ കിട്ടിയില്ല, പേടിക്കരുത്. The money was supposed to come on 7th, it didn't come. Do not be afraid. ആ പ്രോപ്പർട്ടി ഡീൽ വിട്ടുപോയി, പേടിക്കരുത്. Properly deal didn't work out. Do not be afraid. ആ ഓർഡർ വേറെ ആരോ തട്ടിക്കൊണ്ടുപോയി, പേടിക്കരുത്. Doesn't matter whatever happens. ഹല്ലേലൂയ. പേടിക്കരുത്, Do not be afraid. പേടിക്കരുത്. Do not be afraid. വളവ് വളച്ചപ്പോ കിട്ടിയില്ല, വേറെ പോയി എവിടെ ഇടിച്ചു, പേടിക്കരുത്. Hallelujah. ആക്സിഡന്റ് ആയി, You turned. സ്ലിപ്പായി പോയി വണ്ടി. You met with an accident. You slipped, and on the curve you slipped and you met with an accident. മരത്തിലിട്ട് പോയി ഇടിച്ചു. You went and hit a tree. പെട്ടെന്ന് ഭയം വന്ന് നിൽക്കുക, തുറന്നു ഡോർ തുറന്നു, ഞാൻ കയറട്ടെ. Suddenly the fear comes and open the door. I want to enter. വേറെ ആളെ നോക്കാൻ പറ. No, do not be afraid. ആവർത്തിച്ച് പറ, പേടിക്കരുത്. Keep on telling. Do not be afraid. ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കി. Keep on practicing. ഇത് Do not be പ്രാക്ടീസ് ചെയ്ത് നോക്കി. afraid. ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കി. Do not be afraid. മറ്റൊരു സന്ദർഭത്തിൽ കർത്താവ് അവരെ കാണിച്ചു കൊടുത്തത്, Hallelujah. എങ്ങനെ തിരയുള്ള കടലിൽ അമരത്ത് തലയണ വെച്ച് ഉറങ്ങാൻ പറ്റുമെന്ന് കർത്താവ് കാണിച്ചു കൊടുത്തു. So Jesus was sleeping in the midst of the storm in the boat. How? Another time, right? Yes, another In another incident. incident, Jesus was sleeping. പടകിൽ സുഖമായി. യേശു ഉറങ്ങുമായിരുന്നു. He was sleeping in the boat in the midst of a storm. ഹല്ലേലൂയ. എങ്ങനെ അത് പറ്റി? How could it happen to you? ഇതാ അതിന്റെ റീസൺ. That's the reason. ഇതാ അതിന്റെ റീസൺ. ഇത് ആവർത്തിച്ച് യേശു പറയുന്നു, ഭയപ്പെടരുത്. That's why Jesus repeatedly keep on my saying, God. do not be afraid. ഇവിടെ നമ്മൾ വായിക്കുന്നു, കാറ്റ് പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിൽ യേശുവിന്റെ അടുക്കൽ നടന്നു. കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട്, 30-ാമത്തെ വാക്യം, കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് ഭയന്നു, ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു, കർത്താവേ രക്ഷിക്കണേ. ഉടനെ കർത്താവ് കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസിയെ, നീ സംശയിച്ചതെന്ത്? Seeing that the wind was strong, he was afraid and he began to sink. He cried out, Lord, save me. Immediately Jesus extended his hand and took him hold of him and said to him, O little faith, why did you doubt? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചു, സത്യമായും നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞു. And when they had ascended into the boat, the wind ceased, and those who were in the boat drew near and adored him, saying, Truly you are the Son of God. ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, പല ഡോറുകളും ക്ലോസ് ആയിക്കൊണ്ടിരിക്കും. Hallelujah. When we are speaking this, many of the doors of the fear have been closing. ശരിയാ ബ്രദറെ, ആ സമയത്ത് എന്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു ഫിയർ കയറി വന്നു. Somebody is saying at that time, അത് നമ്മെ ഡിപ്രഷനിലേക്ക് നയിക്കും. that will lead to depression. അത് നമ്മെ തകർത്ത് കളയും. That will destroy us. ഹല്ലേലൂയ. ഭയം എന്നതൊരു വാതിലാണെങ്കിൽ ആ വാതിൽ വഴി പ്രവേശിച്ചിട്ടാണ് അകത്ത് കയറി അവന്റെ ക്രിയകളെല്ലാം ചെയ്യുന്നത്. If the door of the fear is not being closed, it will enter inside and destroy you. എന്നാൽ നിങ്ങൾ അത് അടച്ചു കൊടുത്താൽ, The moment you close that door, മേലാൽ അവനകത്ത് കയറുകയില്ല. you cannot enter into that. നിങ്ങൾ അവിടെ ജയാളികളായി And you മാറും. will be victorious in ഓ, that. ഈ സമയത്ത് ആ ഭയത്തിന്റെ വാതിലുകൾ അടയട്ടെ. Oh, let the doors of fear be closed right now. കർത്താവിന്റെ വാതിലുകൾ തുറക്കട്ടെ. Let the doors be opened up for ആ Jesus. 3 പദം ഞാൻ ഇന്ന് എഴുതിയിടും തമ്പനിയിലായിട്ട്. That 3 words, write it in your heart. ധൈര്യമായിരിക്കുവീൻ, Be courageous. ഞാനാണ്, I am. ഭയപ്പെടേണ്ട. Do not be afraid. നിങ്ങൾക്കത് എഴുതാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ എഴുതുമ്പോൾ നിങ്ങളിലേക്ക് അഭിഷേകം വ്യാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ധൈര്യമായിരിക്കുവീൻ, ഭയപ്പെടേണ്ട, ഞാനാണ്. Be courageous. I am. Do not be afraid. ഹല്ലേലൂയ. Hallelujah. ആ വാതിൽ ക്ലോസ് ആകുമ്പോൾ തന്നെ അവിടെ അത്ഭുതങ്ങൾ നടക്കും. The moment the door is being closed, the miracles is happening there. പറഞ്ഞോ അത്. ഞാനാണ്. I am. ആ, I'll just say an example. ഓക്കെ. Say in a flight, a transatlantic flight, ഒരു വിമാന യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. it enter into the air pockets. അവര് ഈ വിമാന യാത്രക്കിടയിൽ നമുക്കറിയാം ട്രബുലൻസ് ഒക്കെ ഉണ്ടാകുന്ന വലിയ പ്രയാസത്തിലേക്ക് വിമാനം പോവുകയാണ്. The plane was shaking and all. വിമാനം വല്ലാതെ കുലുങ്ങുകയാണ്. Everyone started praying and crying. ആ വിമാനത്തിരിക്കുന്ന എല്ലാവരും അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. But one little boy of 8 years old,
8 വയസ്സുള്ള ഒരു ചെക്കൻ, ഒരു കുഞ്ഞു പയ്യൻ മാത്രം. He was very cool and reading his book. അവൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഈ ഇളക്കത്തിന്റെ നടുവിൽ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. And the old man sitting right next to him, he was watching him. വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ ഈ 8 വയസ്സുള്ള കുട്ടിയുടെ അടുക്കളയിൽ ഇരിപ്പുണ്ടായിരുന്നു. അവനോടായി ചോദിച്ചു, Why are you not bothered about all this? ഞങ്ങൾ എല്ലാവരും വളരെ ഭയചകിതരാകുന്ന ഈ സമയം നീ മാത്രം എന്താണ് വളരെ കൂളായിരുന്നു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്? Everyone is praying, but you are so cool. Why? എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും ഭയപ്പെടുന്നു, നീ മാത്രം ഈ സമയത്ത് വളരെ ഭാരപ്പെടുന്നു. The boy said, the pilot of this plane is my daddy and he will take me home. ആ കുഞ്ഞ് ബാലൻ ചിരിച്ചുകൊണ്ട് വന്ധ്യ വയോധികനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കറിയാം ഈ വിമാനം ഓടിക്കുന്ന പൈലറ്റ് എന്റെ ഡാഡിയാണ്, എന്റെ ഡാഡി എന്നെ സുഖമായി എന്റെ വീട്ടിൽ എത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. So if you are sure that I am is in you, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഞാനാണെന്ന് പറഞ്ഞവൻ നിങ്ങളിൽ ഉണ്ട് എന്ന്? in the midst of storms or any persecution, any തീരയായിക്കോട്ടെ, situation, കാറ്റായിക്കോട്ടെ, അലയിലായിക്കോട്ടെ, ഉഴലായിക്കോട്ടെ, he will take you to the other side. ഓ അടുത്ത തുറമുഖത്ത് നമ്മെ എത്തിക്കാൻ മതിയായവനാണ് അവിടുന്ന്. Right now Jesus showed them a miracle first. ആ കർത്താവ് ആദ്യമേ ഒരു അത്ഭുതം കാണിച്ചു കൊടുത്തു. He multiplied them. 5 അപ്പം എടുത്ത് 5000 വിഭജിപ്പിച്ചു കൊടുത്തു. That was the miracle. അതാ അത്ഭുതം. And then immediately took them to a test. ആ അത്ഭുതത്തിന് ശേഷം ഒരു പരീക്ഷണത്തിലേക്കാണ് പോകുന്നത്. What was the test? എന്നാ പരീക്ഷണം? Storms of life. അതാ ജീവിതത്തിലെ കാറ്റും തിരമാലയുമാണ് പരീക്ഷ. The wind and the waves are so strong. കാറ്റും തിരമാലയും വളരെ ശക്തമാണ്. And those who saw him, അവനെ കണ്ടവർക്ക്, those who saw the multiplication of the food, 5 അപ്പം 5000 വിഭജിച്ചു കൊടുക്കുന്ന അവനെ കണ്ടവർക്ക്, when they came to the test, ഈ പരീക്ഷണത്തിലേക്ക് വന്നപ്പോൾ they opened the door of fear to come in. 5 അപ്പം 5000 കൊടുക്കുന്ന അത്ഭുതത്തെ കണ്ടവർ ഭയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. And they became fearful. അവർ ഭാരമുള്ളവരായി മാറി, ഭയമുള്ളവരായി മാറി. Immediately Jesus came to the rescue. യേശു അടുക്കലേക്ക് ഓടിച്ചെന്നു. He said, I am the door of life. ഞാനാണ് ജീവന്റെ വാതിൽ എന്ന് പറഞ്ഞ് യേശു അടുക്കലേക്ക് ചെല്ലുകയാണ്. And then he said, be courageous. യേശു 3 പദം അവരോട് പറയുന്നു, Be courageous. ധൈര്യപ്പെടുവീൻ, I am. ഞാനാണ്, Do not be afraid. പേടിക്കണ്ട. The moment you open your door of your fear, യേശുവിന്റെ നാമത്തിൽ hallelujah, അനേക വ്യക്തികൾ സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുന്നു. your people are getting free. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാതിലടയ്ക്ക്, 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 Hallelujah. വാതിലടയ്ക്ക്, 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 Close the door. വാതിലടയ്ക്ക്, Close the door of fear. വാതിലടയ്ക്ക്, വാതിലടയ്ക്ക്. No matter whatever the situation is, വാതിലടയ്ക്ക്, close the door of fear. വാതിലടയ്ക്ക്. Close the door of ഇനി fear. വേണ്ട, ഇനി വേണ്ട, ഇനി വേണ്ട, ഇനി വേണ്ട. വാതിലടയ്ക്ക്. Close the door of fear. Close the door of fear. വാതിൽ അടയ്ക്ക്. Close the door of fear. Hallelujah. ഭയത്തിന്റെ വാതിൽ അടയ്ക്കുവിൻ. Hallelujah. Hallelujah. നമ്മുടെ അഭിനാഷത ഇവിടുത്തെ വാതിലിൽ അടയ്ക്കുന്നു. He's going to close the door. ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തെ വാതിലെല്ലാം അഭിനാഷ് പോയി അടയ്ക്കുന്നു. Hallelujah. അത് എളുപ്പമാണ്. That is easy to close that door. Hallelujah. വാതിലടയ്ക്ക്, ഭയത്തിന്റെ വാതിലടയ്ക്ക്. Close the door of fear. ഭയത്തിന്റെ വാതിലടയ്ക്ക്. Every one of you close the door of fear in your life. യേശുവിൻ നാമത്തിൽ ഇന്ന് ഭയത്തിന്റെ വാതിലടയ്ക്ക്. Hallelujah. In the name of Jesus, close all the doors of fear. ഉണ്ടെന്ന് തോന്നുന്നു. You're thinking there's something happening in my hand. ഓ, ഇവിടെ എന്തോ ഒരു മുഴ പോലെ ഉണ്ട്. Sitting here. പെട്ടെന്ന് ഡും ഡും ഡും. Suddenly, the situation is knocking at the door. ആരാണ്? ഞാൻ മിസ്റ്റർ ഫിയർ. I am Mr. Fear. ആരെല്ലാം ഇത് കണ്ടിട്ടുണ്ടോ? Whoever has this, അവരെല്ലാം എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. they were all invited me. അവരുടെ എല്ലാം ഫസ്റ്റ് ഗസ്റ്റ് ഞാനാണ്. Because I was the first guest for them. നിന്റെ അടുത്ത് ഞാൻ വന്നതാണ്. I also came to you. തിരിച്ചു പറ. Say it differently. ഇവിടെ ചിലത് മുളച്ചു വന്നപ്പോഴല്ല, Even if it came here, നാളെ ഇത് ഇവിടെ ഇല്ലെങ്കിലും, even if it doesn't, it's not here. ഈ കൈ ഇവിടെ ഇല്ലെങ്കിലും, Even if this hand is not here, I know where I put my trust. അയ്യോ ഞാൻ എവിടെ എന്റെ ആശ്രയം വെച്ചിരിക്കുന്നു. എന്റെ ആശ്രയം എവിടെ വെച്ചേക്കുന്നെന്ന് എനിക്കറിയാം. Because I know where I put my trust in. കരമുയർത്തി പിടിക്ക്. Hallelujah. വായ് തുറന്ന് പറ. Open your mouths and say, യേശുവേ. Jesus. വാതിലടയ്ക്ക്, വാതിലടയ്ക്ക്, വാതിലടയ്ക്ക്. Hallelujah. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ Hallelujah. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലെ അത്ഭുതങ്ങൾ Oh, നടന്നുകൊണ്ടിരിക്കുകയാണ്. miracles are happening to many of the prayer requests. യേശുവിൻ നാമത്തിൽ In the name of Jesus. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ആഴ്ച മുതൽ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്ന രീതി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഗ്രേസ് കമ്മ്യൂണിറ്റിയില്. ഇന്ന് എന്താണ് മിസ്റ്റർ പ്രധാനമായിട്ട് പ്രയർ റിക്വസ്റ്റുകള്? ഏറ്റവും സന്തോഷ വാർത്ത എന്താ വെച്ചാലേ, ആ, നമ്മളത് മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് വർഷിപ്പ് തൊട്ട് ആ, പ്രെയർ റിക്വസ്റ്റിന്റെ ഒരു വലിയൊരു ഒഴുക്ക് തന്നെയായിരുന്നു, പ്രവാഹമായിരുന്നു. ആയിരുന്നു. ആ. പക്ഷെങ്കിൽ ധൈര്യമായിരിക്കൂ,
ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വചനം തുടങ്ങിയപ്പോൾ പ്രയർ റിക്വസ്റ്റുകൾ മാറി. Hallelujah. ദൈവത്തിനെ സ്തുതിക്കാൻ തുടങ്ങി ജനം. അതൊരു വലിയൊരു മാറ്റം തന്നെയാണ്. Exactly. അതെ, അതുവരെ അവരുടെ ശിഷ്യന്മാരുടെ ലൈഫിൽ അത് തന്നെയായിരുന്നല്ലോ സംഭവിച്ചത്. The same thing happened to the disciples' life also. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാറ്റിനെ പറ്റി, തിരമാലയെ പറ്റി. Yes. They were all talking about the height and the depth of the ഞാൻ winds and അത് storms. പറഞ്ഞു കഴിഞ്ഞാൽ പറയാ, കർത്താവ് നീ ആണെങ്കിൽ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ വരട്ടെ. When he said, if it's you, we come to you. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാല് ഈ ഭയം കാരണം കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ജനത്തെ അടുക്കാൻ Because of the പറ്റാത്ത fear, they are not able to come to the love of Jesus. അവിടെ തെള്ളി നിൽക്കുന്നത് ഭയമാണ്. ആ ഭയം, The fear is just pushing right there. ആ ഭയം ഫാക്ടർ നമ്മുടെ ഉള്ളത്ത് നിറഞ്ഞ് അത് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ. നമുക്കൊന്നും ചിന്തിക്കാൻ Because of fear, your mind Exactly. becomes automatically shut down and you are not able to think properly, see properly. കാര്യം ഒരു കാലഘട്ടത്തിൽ ഞാനും ഇതേ അവസ്ഥയിൽ പോയിക്കൊണ്ട അവസ്ഥ One ഉണ്ടായിരുന്നു. stage I was also going through the same situation. പക്ഷെ ഓവർകം ചെയ്തപ്പോഴാണ് But once I overcome this, ഞാൻ മനസ്സിലാക്കി ഞാൻ ആയിരിക്കുന്നത് ആരിലാണെന്നുള്ളത്. then I came to realize is now who I am in whom. അന്നേരം സംഭവിക്കുന്ന കാര്യം മനസ്സിന് ഭയങ്കര ശാന്തത ഉണ്ടാവും. Oh, the mind നിങ്ങൾ became so quiet. വിജാൻ ഇപ്പൊ ബിസിനസ്സുകാരനൊക്കെ ആയിരുന്ന സമയത്ത്, ദുബായിൽ ട്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്ന സമയത്ത്, ഇപ്പോഴും അത് തന്നെയാണ്. അല്ല ഞാൻ ചോദിക്കുന്നത്, അവിടെ ഫുൾ ടൈം നിന്ന് ചെയ്ത്, ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വന്നല്ലോ, അതുകൊണ്ട് ഫുൾ ടൈം അവിടെ നിന്ന് ചെയ്യുന്ന സമയത്തൊക്കെ ആകുമ്പോഴും ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഓൾവേസ്, പ്രത്യേകിച്ച് UAE മാർക്കറ്റ് അറിയാമല്ലോ, മിഡിൽ ഈസ്റ്റിലെ മാർക്കറ്റ്, ഇതെല്ലാം വരുമ്പോഴും എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പൊ നമ്മളിപ്പം എൻക്വയറികൾ നിറയെ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളതനുസരിച്ച് കൊട്ടേഷനുകൾ കൊടുക്കുന്നു. ചില മാസം നമ്മൾ 0 ആയിരിക്കും. ഇപ്പൊ 0 പറയുമ്പോഴത്തേക്ക് റവന്യൂ ഇല്ലാതെ അവിടെ എവിടെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥ. ചെലവുകൾ അതുപോലെ ഉണ്ട്. പക്ഷെങ്കിൽ അന്നേരം വലിയൊരു സമാധാനം എന്താ അറിയാമോ, ഞാനാണ് നിന്നെ പഠിച്ചിരിക്കുന്നത്, നീ അല്ലേ ബിസിനസ് നടത്തുന്നത്. Hallelujah. ഇതിപ്പോ ഞാൻ എൻ്റെ തലയിൽ കൂടെ നടത്തുമ്പോ Yes. ഇത് മുഴുവൻ ഞാൻ എടുത്തു വെച്ച് ചിന്തിച്ച് ഒരു വല്ലാത്തൊരു ട്രോമയിലോട്ട് ചെല്ലുകയാണ്. അതിനു പകരം ഞാൻ ആയിരിക്കുന്ന ക്രിസ്തുവിലാണ്, ആ ക്രിസ്തുവാണ് എന്നെ നടത്തുന്നത്. ഇത് സകലതും തന്നത് ദൈവമാണ്. ഇനി തരേണ്ടതും ദൈവമാണ്. തീർച്ചയായിട്ടും സൃഷ്ടിച്ചപ്പോ തന്നെ നമ്മുടെ ടോട്ടൽ പാക്കേജുമായിട്ടാണ് നമ്മളെ കർത്താവ് ഇതിലൊങ്ങോട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നാൾ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, യു ക്യാൻ ട്രാൻസ്ലേറ്റ് ദാറ്റ്. Hello. It's here you have to understand. Trust and fear cannot exist in the same space in the spirit. വളരെ മലയാളത്തിൽ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വേണമെങ്കിൽ പറഞ്ഞു, ഭയത്തിനും ആശ്രയത്തിനും ഒരേ സ്ഥലത്ത് ഒരേ ആത്മാവിൽ ഇരിക്കാൻ കഴിയുകയില്ല. You have to make a choice. ഇവിടെ നമ്മളൊരു തെരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. Either you have to choose fear നമ്മൾ ഏതിനെയാണ് തെരഞ്ഞെടുക്കുന്നത്? ഭയത്തെയാണോ ആശ്രയത്തെയാണോ or തെരഞ്ഞെടുക്കുന്നത്? trust. ആശ്രയത്തെയും ഭയത്തെയും ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. ഒന്നുകിൽ ആശ്രയം അല്ലെങ്കിൽ ഭയം. So once trust comes, ഒരിട ആശ്രയം വരുമ്പോൾ displaces fear. അവിടെ ഭയം വിട്ടുമാറുകയാണ്. Because he is trustworthy, അവൻ ആശ്രയിക്കാൻ യോഗ്യനായതുകൊണ്ട് I can stay without worry. എനിക്ക് ഒരു ഭയമില്ലാതെ അവിടുത്തോടൊപ്പം ജീവിക്കാൻ കഴിയും. So remember, you cannot have these two together in the same space. ഒരേ ഇടത്ത് ഇത് രണ്ടും കൂടെ വെക്കാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും. So remove the negativity. ഇപ്പൊ തന്നെ എടുത്തു മാറ്റുക, ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തെ എടുത്തു മാറ്റുക. Because you are in Christ, നമ്മൾ കർത്താവിലാണ്, and He is your complete authority. അവിടുന്ന് നമ്മുടെ എല്ലാം നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. And once you renew our mind with that thought, ആ ചിന്തയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പുതുക്കുമ്പോൾ all doors of fear will be closed. എല്ലാ ഭയത്തിന്റെ വാതിലുകളും അടയപ്പെട്ടിരിക്കും. It's not you closing the door. നാം ഭയത്തിന്റെ വാതിൽ അടയ്ക്കുകയല്ല. It's He closing the door for you. കർത്താവ് നമ്മിൽ ഇരുന്ന് ഭയത്തിന്റെ വാതിൽ അടയ്ക്കുകയാണ്. Because the Holy Spirit is your helper and comforter. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനും സംരക്ഷകനുമായി So നിൽക്കുകയാണ്. in the midst of calamity or problems, ഈ പ്രത്യേക സാഹചര്യത്തിന് the നടുവിൽ comforter comforts you, കർത്താവിന്റെ ആശ്വാസത്തിന്റെ യഥാർത്ഥ ആശ്വാസം and Jesus begins to rise up from within your spirit into your consciousness. നമ്മുടെ ആത്മാവിൽ നിന്ന് നമ്മുടെ ഭൗതിക തലത്തിലേക്ക് ക്രിസ്തു ഉണർന്നെഴുന്നേൽക്കുന്ന തലം. And all doors of fear will be closed in your mind and your thinking. ചിന്തയിൽ നിന്നും ചിന്താഗതിയിൽ നിന്നും മുഴുവൻ ഭയവും എടുത്തു മാറ്റപ്പെടുകയാണ്. Hallelujah. Be courageous. ഉറപ്പുള്ളവരായി മാറുക. I am. ഞാനാണ്. Do not be afraid. ഇനി പേടിക്കണ്ട. ഞാനൊരു നോർമൽ പേഴ്സൺ ആണ്. ഓക്കെ, ഡോക്ടർ അങ്കിളും ബ്രദറും പറയുന്നു ഭയം മാറ്റുക. ഭയവും വിശ്വാസം കൊണ്ട് ഒരുമിച്ച് ഒരേ പ്ലാറ്റ്ഫോം പറയുന്നു. പക്ഷെങ്കിൽ എൻ്റെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ വീഴ്ചകളും നെഗറ്റിവിറ്റിയും ഭയം ഇതിങ്ങനെ എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫാർ അവേ ഫ്രം മൈ പ്ലാറ്റ്ഫോം.
സോ ഇതിനെ ഒരു നോർമൽ പേഴ്സണെ എനിക്ക് മുമ്പേ പറഞ്ഞു പരിശുദ്ധാത്മാവ് എന്നെ ഉണ്ട്, ആ പരിശുദ്ധാത്മാവ് നടത്തുന്നത്. പക്ഷെ ഇതൊന്നും ആ സമയത്ത് ഇതൊന്നും വർക്കൗട്ട് ചെയ്യാത്ത അവസ്ഥയാണ് നിൽക്കുന്നത്. ഇത് എങ്ങനെ നമുക്കൊരു നോർമൽ പേഴ്സണെ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും? ഇതാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അടിയന്തരമായിട്ട് ആവശ്യം. നമ്മൾ പ്രളയം വരുമ്പോഴത്തേക്ക് പലവിധ റെസ്ക്യൂ ഫാക്ടേഴ്സുകൾ എല്ലാം നമ്മൾ കൊണ്ടുവരുന്നു, അടിയന്തര കാര്യങ്ങൾ കൊണ്ടുവെക്കുന്നു. സോ ഫിസിക്കലി ഐ ക്യാൻ സീ ഇത് എന്നെ രക്ഷപ്പെടുത്തും. അതിന്റെ ഉത്തരം ഇവിടെ പറഞ്ഞു, ഞാനാണ്. അത് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാം. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അവിടെ അതാണ്, കർത്താവാണ് എന്റെ എല്ലാം, കർത്താവാണ് എന്റെ കർത്താവ്. Jesus is my Lord. കർത്താവാണ് എന്റെ കർത്താവ് എന്നുള്ള ബോധ്യത്തിലേക്ക് വളരുക. The realization that Jesus is my Lord, you have to grow into that. എന്റെ കർത്താവ് ഇതിന്റെ എല്ലാം മേളിലാണ്. My Lord is over above all these situations. തിരമാലയുടെ കീഴിലല്ല കർത്താവ്, He's not തിരമാലയുടെ under the waves, മേളിലാണ്. he's over the waves. ഒന്നുകൂടെ പറയാം, He's not under the waves, he's over the waves. നിന്റെ മേളിൽ ഒരു തിരമാല വരുമ്പോ അതിന്റെ കീഴേ അല്ല കർത്താവ്. When a wave is coming against you, അതിന്റെ മേളിലാ കർത്താവ്. this is not under it, is above it, on top of it. അതിന്റെ മേളിലാ കർത്താവ് എന്ന് അറിയുക. Just realize that he is on top of the ആ wave. അറിവാണ് That realization, ഫിയറിനെ പുറത്താക്കുന്നത്. it Yes. closes the door of fear. ഇന്ന് പ്രാർത്ഥന വിഷയങ്ങളായി എഴുതി തന്നിരിക്കുന്ന അത്രയും പേരോട് ഇതാ പറയാനുള്ളത്. കുറച്ചുകൂടെ പെട്ടെന്ന് അപ്പോൾ വായിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാനുള്ള മിത്രമോൾക്ക് വേണ്ടി പ്രാർത്ഥന. ഒരു പാൻക്രിയാസിന്റെ ഒരു വല്ലാത്ത അവസ്ഥയാണ് മിത്രമോൾ. മിത്രമോള് Praying for a pancreatic. യെസ്. മറ്റൊരു കേസ് വെച്ചാൽ മറിയമ്മ ജോർജിന്റെ സ്പെഷ്യൽ ചൈൽഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. Mariamma George is സ്പെഷ്യൽ asking for ചൈൽഡിന് prayer. വേണ്ടി മറിയാമ്മ Special ജോർജ് child. പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുക. ഷേർലി ജോസഫിന്റെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള മകൾക്ക് വേണ്ടി Shirley പ്രാർത്ഥിക്കാം. Joseph speaking for മോളാണത്. മകളാണ്. ആ, ആ. അത് ഈ ഷേർലി ജോസഫ് കുറേ നാളുകളായിട്ട് നിരന്തരമായിട്ട് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന അപേക്ഷിക്കുന്നു. നമ്മൾ നമ്മുടെ പ്രെയർ ലൈനിൽ നമ്മളെല്ലാം കുഞ്ഞിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. Yeah, yeah. ബട്ട് സ്റ്റിൽ അവർക്കൊരു വിടുതൽ ലഭിച്ചിട്ടില്ല. അപ്പൊ ആ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഷെർലി ജോന്റെ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് specifically we pray പ്രാർത്ഥിക്കാം. for Shirley. ഹല്ലേലൂയ. പിന്നെ നമുക്ക് മേരി സിസ്റ്റർ ആഞ്ചന സ്പൈനൽ കോഡ് ക്യാൻസർ ആയിട്ട് Sister കഷ്ടപ്പെടുന്നു. Angela is സിസ്റ്റർ asking ആഞ്ചന. prayer for spinal cord cancer. ഹന്നമോടെ ലെഫ്റ്റ് ലെഗ് ഡിസബിലിറ്റി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലെഫ്റ്റ് ലെഗിന് ലെഫ്റ്റ് ലെഗ്. ഹന്ന മോള്. അതെ. Left leg ഇന്ന് disability. ലൈവായിട്ട് ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും ഈ സമയത്ത് ചേർന്ന് പ്രാർത്ഥിച്ചാണ്. For all those who are watching us, let's join together and pray for these യെസ് people. യെസ് യെസ്. അതുപോലെ സൂസൻ ജോസഫിന്റെ മകൻ ഓട്ടിസം. സൂസൻ ജോസഫിന്റെ മകൻ ഓട്ടിസം. ആശയുടെ തൈറോയ്ഡ് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. Thyroid diseases. അമൃത മോളുടെ ക്യാൻസർ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അമൃത യെസ്, അമൃത. അമൃത മോളുടെ ക്യാൻസർ. ഒരുപാട് പ്രയർ റിക്വസ്റ്റുകൾ ഓഫ് കോഴ്സ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സേവിയറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതീക്ഷയുടെ ഫാദർ സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്നു Someone is കിടക്കുന്നു. asking for a stroke patient is asking for a prayer request. Pradisha. അതെ, പ്രതീക്ഷയുടെ പ്രതീക്ഷ. ഫാദർ. അതുപോലെ മേരി റൊളാൻഡ് നെക്ക് കഴുത്തിനും ബാക്കിനും ഭയങ്കരമായിട്ട് പെയിനാണ്. കുറെ നാളുകളായിട്ട് യാതൊരു റിലീവും ഇല്ലാതെ വിഷമിക്കുന്നു. ഓക്കെ, ഈ സമയത്ത് തന്നെ നമുക്ക് ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഭോപ്പാലില് ജോലി നഷ്ടപ്പെട്ടും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഏക ആത്മാവില് ഡോക്ടർ ഈ വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് 600-ലധികം ആൾക്കാർ ലൈവിൽ പങ്കെടുത്തുകൊണ്ട് യൂട്യൂബിൽ മാത്രം, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഏതാണ്ട് 250-നടുത്ത ആൾക്കാർ ലൈവിൽ തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് പ്രാർത്ഥനാപേക്ഷ നടത്തുന്നു. ഇത് കഴിഞ്ഞ് ആയിരക്കണക്കിന് ആൾക്കാർ ഒരു 2 ദിവസം കൊണ്ട് തന്നെ 10,000-നടുത്ത ആൾക്കാർ ഈ ശുശ്രൂഷ തന്നെ കാണുകയും നമ്മളോട് ഒരുമിച്ച് അവരുടെ വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വിഷയങ്ങളെ പ്രത്യേകിച്ച് ആ ഷേർലി ജോസഫിന്റെ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് ആ ഓട്ടോ ഇമ്മ്യൂണൽ പ്രോബ്ലം ഉള്ള കുഞ്ഞിനെ ബിഷ തന്നെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കർത്താവായ ക്രിസ്തുവേ, അങ്ങ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നു. ഞാനാകുന്നു നിങ്ങളെ നയിക്കുന്നത്. അതേ ഒരു ധൈര്യം ഷേർലി ജോസഫിന്റെ ഉള്ളിൽ വ്യാപരിക്കട്ടെ. ആ കുഞ്ഞിന് ദൈവം സൗഖ്യം നൽകിയതിനെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, യേശുവിൻ നാമത്തിൽ കർത്താവേ, അനേക കുഞ്ഞുങ്ങൾ പലവിധ ഡിസബിലിറ്റിയോടെ ആയിരിക്കുന്നു. കർത്താവേ, ഈ സമയം ഓരോ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവികമായ സൗഖ്യവും ആരോഗ്യമാരിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ക്യാൻസർ പേഷ്യൻസിനെ കർത്താവേ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ വ്യക്തിയിലും കർത്താവേ ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഓരോ ആത്മാവിൽ കൽപ്പിക്കുന്നു. കർത്താവേ, രോഗമേ നിനക്ക് അവിടെ ഇരിക്കാൻ അവകാശമില്ല. കർത്താവേ, ദൈവികമായ സൗഖ്യത്തിലും ആരോഗ്യത്തിലും ഓരോ മക്കളും ആയിരിക്കുന്ന കർത്താവേ, അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഭയമേ പുറത്തിറങ്ങ്. യെസ് No ലോർഡ്. fear. ഭയമേ
പുറത്തിറങ്ങി യേശുവിന്റെ നാമം. In the name of Jesus. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങ, Get out of the houses. വ്യക്തികളിൽ നിന്ന് പുറത്തിറങ്ങ, From individuals. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങ. Go out from. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ഭയത്താൽ ഭാരപ്പെടുന്നവർ സ്വതന്ത്രരാകട്ടെ Hallelujah. Be free. യേശുവിൻ നാമത്തില്. In the name of Jesus. എന്റെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകത്തില്ലെന്നുള്ള ഭയം ഇറങ്ങിപ്പോട്ടെ ആ വീടിനകത്ത്. Hallelujah. ബെഡ്റൂമിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ, The anointing കിച്ചണിലേക്ക് ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ, into the kitchen. ലിവിംഗ് റൂമിലേക്ക് ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ, Living room. യേശുവിൻ നാമത്തില് വരാന്തയിലേക്ക് ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ, അവരുടെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ, അന്യ രാജ്യങ്ങളിലേക്ക് ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ഓ ഭയം ഇപ്പൊ പുറത്താക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. എന്റെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ആ കാര്യം ഭയക്കുന്നു, ഇറങ്ങിപ്പോട്ടെ അമ്മയുടെ ഉള്ളത്തിൽ നിന്ന് ഭയം. Hallelujah. That fear, come get out of that. യേശുവിൻ നാമത്തിൽ എനിക്ക് സ്ട്രോക്ക് വരുമോ എന്നുള്ള ഭയം അത് മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തില്. അലൻ ഗിൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിഗമെന്റ് പ്രോബ്ലം, ഷോൾഡർ യേശുവിൻ നാമത്തിൽ ഷോൾഡർ ലിഗമെന്റ് പ്രോബ്ലത്തിന് മേൽ ആ ഫിയർ. Healing. Right now. സിജോ ആന്റണി ഹീമോഗ്ലോബിൻ ലെവൽ ഇതോടൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ Yes. സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിന്റെ ആത്മാവ്. Spirit of fear. ജീസസ് ഓൾവേസ് കാസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ഫിയർ ഔട്ട്. ഭയത്തിന് ദുരാത്മാവിനെ യേശു എല്ലാ സമയം പുറത്താക്കുക. ഹല്ലേലൂയ. അവിടെ നെക്സ്റ്റ് ആണ് മിറാക്കിൾ. And the miracle comes just after that. ഇത് നമുക്ക് ആ ഭയത്തിന് സ്പിരിറ്റ് ഓഫ് ഫിയറിനെ പുറത്താക്കാം. Oh, let's today just cast out the spirit of fear. Hallelujah. Spirit of fear in the name of Jesus. യേശുവിന്റെ അധികാരം. നിങ്ങൾ യേശുവിന്റെ നാമം അധരത്തിൽ എടുക്കുക. ഓൺലൈനിൽ Amen. പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, യേശുവിന്റെ നാമം അധരത്തിൽ എടുക്കുക. Yes, Lord. Take the name of Jesus in your tongue right യേശുവിന്റെ now. നാമത്തിൽ The name of Jesus. നിങ്ങളുടെ നാവിൽ യേശുവിന്റെ നാമത്തെ എടുക്കുക. Take it. അധരത്തിൽ യേശുവിന്റെ നാമത്തെ എടുക്കുക. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Hallelujah. 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 അതുപോലെ UAE-യിൽ ധാരാളം വ്യക്തികളുടെ ജോലി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു കൊറോണ സംബന്ധിച്ച്. ഭയങ്കര ഫിയർ ആവും. കാരണം ഭയങ്കര നാട്ടിൽ ലോൺ fear. എടുത്തിട്ടുണ്ടാവും, Yes, അവിടെ ലോൺ വീടിന്റെ വെപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി എന്താവും? കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ ഉണ്ടാകും. Yes. Yes. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഫ്ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടാകും. ഭാരത് മിഷന്റെ ഭാഗമായിട്ട് എത്ര ഫ്ലൈറ്റുകൾ ഉണ്ടാകും? വന്ദേ ഭാരതം. വന്ദേ ഭാരതിന്റെ ഭാഗമായിട്ട് എത്ര ഫ്ലൈറ്റുകൾ ഉണ്ടാകും? വലിയ ഫിയർ ഉണ്ടാവും. ഈ സമയത്ത് ഏറ്റവും ആദ്യം വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം, അല്ലെ? വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. നമുക്ക് ആ വൺ സ്റ്റെപ്പ് ഇപ്പൊ വെക്കാം. ആ വൺ സ്റ്റെപ്പാണ് കാസ്റ്റ് ഔട്ട് ദ ഫിയർ ഫസ്റ്റ്. Hallelujah. ആ ഭയത്തിന്റെ ആ വാതിലിനെ നിങ്ങൾ തുറക്കുക. UAE-ലായിരിക്കും, മിഡിൽ ഈസ്റ്റിലായിരിക്കുന്ന എല്ലാവരോടും പറയുകയാണ് ഈ സമയത്ത് ഭയത്തെ പുറത്താക്കുക. Cast out the spirit of fear right now. കയറാൻ അവസരം കൊടുക്കരുത്. Do not allow it to enter. ഹല്ലേലൂയ. കർത്താവേ, വചനം ജീവനായി ഈ സമയത്ത് വ്യാപിക്കട്ടെ. നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കല്ലോ, അതാണല്ലോ സഭയുടെ വിശ്വാസം. Yes, we are. അല്ലെ? കമ്മ്യൂണിയൻ ഓഫ് ദ സെയിൻസ് എന്ന് പറയുമ്പോൾ രക്തസാക്ഷികൾ നമ്മോട് ചേരുകയാണ്. Yes. Hallelujah. സകല വിശുദ്ധരും നമ്മോട് ചേർന്ന് They are joining us with this prayer. ഇന്ന് ഈ വിശുദ്ധരുടെ ഐക്യത്തിലുള്ള പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏക ആത്മാവില്, ഹല്ലേലൂയ, നമുക്ക് സകല വിശുദ്ധരോട് ചേർന്നുള്ള ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഇപ്പോൾ ഒന്ന് ഉറച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തുവേ, എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥന പറഞ്ഞേ. കർത്താവായ ക്രിസ്തുവേ, ക്രിസ്തുവേ, ഭയത്തിന് അടിസ്ഥാനമില്ലെന്നും ഭയത്തിന് അടിസ്ഥാനമില്ലെന്നും ഞാനാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ വലങ്കരം പിടിച്ചിരിക്കുന്നു ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും പേടിക്കാതെ കർത്താവിനെ നോക്കി ജീവിക്കാൻ വേണ്ടി അഭിഷേകം ഈ സമയത്ത് ഞങ്ങളുടെ മേൽ പകരണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതികൾക്ക് യോഗ്യനെ ആരാധന, പരിശുദ്ധനെ അങ്ങേ സ്തുതിക്കുന്നു. ഓരോ ഭവനങ്ങളിലേക്കും അത് വ്യാപരിക്കട്ടെ, വ്യക്തികളിലേക്ക് അത് വ്യാപരിക്കട്ടെ, ശാന്തിയും സമാധാനവും വ്യാപിക്കട്ടെ. ഈ സന്ദേശം അനേകരിൽ എത്തിക്കുവാനായി കൈകോർക്കുന്ന ലക്ഷക്കണക്കാണ് വ്യക്തികൾ സമൂഹത്തിന്റെ നാനാ തുറകളിലായിരിക്കും. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരിലേക്കും ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ പാസ് ചെയ്യട്ടെ. ഈ ലിങ്ക് എടുത്ത് അനേകർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാ കൈകളെയും അനുഗ്രഹിക്കുന്നു. എല്ലാവരും ബ്ലെസ്ഡ് ആവട്ടെ, എല്ലാവരുടെയും കൈകൾ അനുഗ്രഹിക്കപ്പെട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ലൈവായിട്ട് നടന്ന ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ അടുക്കല് കടന്നു വന്ന് ഈ വചനം പറയാൻ കർത്താവ് തന്ന അവസരത്തിന് വിശേഷിച്ച് നന്ദി പറയുന്നു. രണ്ട് കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. ഒന്നാമത്തെ കാര്യം, എല്ലാ ഞായറാഴ്ചയും 10:30 മുതൽ നമ്മളിങ്ങനെ ലൈവായിട്ട് ഈ ശുശ്രൂഷകൾ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.
അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് അത്ഭുത സാക്ഷ്യങ്ങളുടെ പരമ്പരയും കൂടെ ഇതോടൊപ്പം തന്നെ ആരംഭിക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനും കൂടെ പ്രാർത്ഥിക്കാൻ ഇടവരും. ഒന്നിലധികം സാക്ഷ്യങ്ങൾ ഓരോ ഞായറാഴ്ചയും ലൈവായിട്ട് നമ്മുടെ അടുക്കിലേക്ക് എത്തുകയാണ് അടുത്ത ഞായറാഴ്ച മുതൽ. അപ്പം അടുത്ത ഞായറാഴ്ച കൃത്യം 10:30 തന്നെ ലൈവിൽ, പ്രത്യേകിച്ച് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും കാണുന്നവർ ലൈവിൽ വരികയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂടെ ആ സമയത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അതൊരു പരിശ്രമമായിട്ട് തന്നെ ഏറ്റെടുക്കണം. 10 പേരോട് ഈ വിവരം അറിയിക്കുക. ഇപ്പോൾ തന്നെ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ സജിത് ജോസഫ് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലോ സെർച്ച് ചെയ്യുക. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓർക്കുക 8589039039 ആ നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അയച്ചു കൊടുത്താൽ കൃപയുടെ നേരം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ, കൃപയുടെ നേരം ഇപ്പൊ എത്ര എണ്ണമായി? 200-ലധികം ഗ്രൂപ്പുകളായി കഴിഞ്ഞു കൃപയുടെ നേരം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ. സോ അനേകർക്ക് അത് പ്രയോജനമാകുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് അത് എത്തുന്നു. കൃപയുടെ നേരം എന്ന നമ്മുടെ ടെലിവിഷനിലെ ശുശ്രൂഷകൾ, അതുപോലെ തന്നെ വാട്സാപ്പിൽ ചെയ്യുന്ന ശുശ്രൂഷ. ഇതുവരെ നിങ്ങൾ കൃപയുടെ നേരത്തിൽ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കൂ, 8589039039 എന്ന നമ്പറിലേക്ക് നമ്പർ അയച്ചു കൊടുക്കുക. ഒരു കാര്യമുണ്ട് പറയാം. 858903 ഹാൻഡിൽ എന്ന വ്യക്തി ഒരു കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ ആഡ്മി മാത്രം ചെയ്യുക, അതിന് പകരം ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും ഇങ്ങനെയുള്ള മെസ്സേജുകൾ കഴിവതും ഒഴിവാക്കുക. എനിക്ക് തന്നെ ഈ 9847389389 വാട്സപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 12,000 മെസ്സേജസോളം തുറക്കാത്ത മെസ്സേജസാണ് കിടക്കുന്നത്. കാരണം ഒരിക്കലും അതുകൊണ്ട് എന്താ വേണ്ടത് വെച്ചാൽ ഇപ്പൊ പൂ അയക്കുന്ന സന്തോഷമാണ്. രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു പൂ അയക്കുന്ന സന്തോഷമാണ്. പക്ഷെ അതേ പൂ തന്നെ ഒരു 100 എണ്ണം വന്ന് എങ്ങനെ ഇരിക്കും? അതാ ഇവിടെ ഞാൻ ഒട്ടും അതിശയോക്തി പറയല്ല. ഇത് വാട്സാപ്പിൽ തുറന്നു നോക്കി അറിയാം. അപ്പൊ എത്ര എണ്ണത്തിന് നമ്മള് അപ്പൊ സംഭവിക്കുന്നത് 10,896 അൺറീഡ് മെസ്സേജസ് ആണ് സംഭവിക്കുന്നത് എന്തറിയാമോ? അതുകൊണ്ട് നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജസ് പലതും നമ്മൾ വിട്ടു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ് കള്ളം പറയല്ല. 10,896 മെസ്സേജസ് ആണ് തുറക്കാതെ കിടക്കുന്നത്. അപ്പൊ ഇത് കാരണം എന്താ വെച്ചാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജസ് എന്ത് ചെയ്യും? അയക്കത്തില്ല. അപ്പൊ ഈ പൂവും കാവും അയക്കുന്നതുകൊണ്ട് ഇമ്പോർട്ടന്റ് മെസ്സേജ്, ഒരു പ്രെയർ റിക്വസ്റ്റ് അയച്ചാൽ പോലും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാ മോർണിംഗും ഗുഡാണ്, എല്ലാ മോർണിംഗും ഗുഡാണ്, എല്ലാ നൈറ്റും ഗുഡാണ്. അപ്പം പ്രെയർ ലൈനിലേക്ക് നമുക്ക് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒന്നും വേണ്ട. നിങ്ങൾക്ക് അതുപോലെ ഒരു വിഷയം വന്നു, നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ നമുക്ക് അയക്കാം. തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. ഒരെണ്ണം പോലും മിസ്സാകാതെ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഞായറാഴ്ച ഇപ്പൊ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ തന്നെ ഒരു 300 ഒക്കെ അടുപ്പിച്ച് വരും. അപ്പൊ അത് നോക്കാൻ ചിലപ്പോൾ സമയം എടുക്കും, അത് സത്യാവസ്ഥയാണ്. എന്നാലും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ചുള്ള ഈ ശുശ്രൂഷയിൽ എല്ലാവരും സഹകരിക്കുന്നതിന് പ്രത്യേകിച്ച് കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ടെലിവിഷനിലെ ശുശ്രൂഷകളെല്ലാം ഈ ലോക്ക്ഡൌണിനോട് ബന്ധപ്പെട്ട് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്ന ഈ സമയത്ത് ഷാലോം TV-യുടെ കൃപയുടെ നീർച്ചാലുകൾ, അതുപോലെ തന്നെ ഗുഡ്നസ് TV-യിലൂടെ, ഷെക്കീന TV-യിലൂടെ നടക്കുന്ന ശുശ്രൂഷകൾ ജനലക്ഷങ്ങൾക്ക് എല്ലാ ബുധനാഴ്ചയും അല്ലെ വൈകുന്നേരം 7:30 ഷാലോം TV-യിൽ 7:30 ലഭിക്കുന്ന ശുശ്രൂഷകൾ അനേകർക്ക് പ്രയോജനമാകുന്നു. കൃപയുടെ നീർച്ചാലുകൾ എന്ന ഈ ബുധനാഴ്ചയും 8:30 7:30 ആ ശുശ്രൂഷ നമ്മുടെ വീടുകളിൽ വൈകുന്നേരം എത്തുകയാണ്. ബുധനാഴ്ച 7:30. സോ ഞായറാഴ്ച നടക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രിയപ്പെട്ടവരെ കൂടെ ക്ഷണിക്കുക. അതുപോലെ തന്നെ ഇത് മാത്രമല്ല ബ്രദർ, ഈ മേഖല നിങ്ങളൊന്ന് തിരുത്തിയാൽ നല്ലതായിരിക്കും. അങ്ങനത്തെ തിരുത്തൽ, നമ്മൾക്ക് തിരുത്തൽ ആവശ്യമുള്ള മേഖലകളിലൂടെ അയച്ചു തന്നാട്ടെ. അത് നമുക്ക് പിന്നെയും ഈ ശുശ്രൂഷകൾ ഡെവലപ്പ് ചെയ്യാനും അനേകർക്ക് പ്രയോജനമാകുവാനും കഴിയും. നാളെ ഇന്ന് വരെ തരുന്ന എല്ലാ സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഒരുപാട് പേര് ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വീക്ക് ഞങ്ങൾ വിഷ് ചെയ്യുന്നു. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മോടുകൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. Thank you very much. Bless you.